ഞങ്ങൾ പ്രാർത്ഥിച്ച വിശുദ്ധ സഭായോഗം അങ്ങനെ വിലയേറിയ നാമത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ ദൈവത്തിന് കൃപ പകരുമാറാകണം കർത്താവേ. ഞങ്ങൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം സഹായിക്കണം. കൃപ ഞങ്ങളോട് കൂടിയിരിക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്വർഗ നന്മകളെ നിറയ്ക്കണം. ആമേൻ. ഞങ്ങളുടെ പാട്ട് പ്രാർത്ഥന സാക്ഷിയെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് ഗാനങ്ങൾ ആരംഭിക്കുവാൻ കിട്ടിയ പൗരുഷനെ കർത്താവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടി കർത്താവിനെ സ്തുതിപ്പിൻ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഹല്ലേലൂയ വളരെ ആദരവോടെ ആമേൻ. ഹല്ലേലൂയ. കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. എന്നിട്ടുണ്ടോ? ഗാന ശുശ്രൂഷയേറ്റിരിക്കുന്ന കെന്നിത്ത് ബ്രദർ ഉണ്ടോ? ഇവിടെ സണ്ണി പാസ്റ്ററാണ് ആ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. കെന്നിത്ത് ബ്രദർ ഗാന ശുശ്രൂഷ തുടർന്ന് ചെയ്താട്ടെ, അതിനുള്ള സമയമാണ് ഇപ്പോൾ. ആ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ഗാന ശുശ്രൂഷയ്ക്കുള്ള അവസരമാണ്. പാടി ദൈവത്തെ ആരാധിപ്പാൻ ഉള്ള അവസരമാണ്. Praise the Lord. Hallelujah.
ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടായിരുന്നു ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. എല്ലാവരും സമയം ക്ഷമിക്കണം. അടുത്ത സമയം പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഇന്റർനാഷണൽ പ്രയറിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൺഡേ ഈവനിംഗ് വർഷിപ്പിൽ കർത്താവിന്റെ എല്ലാവരും കർത്തനാമത്തിൽ സ്നേഹമായി അറിയിക്കുകയാണ്. എന്നോടൊപ്പം കീബോർഡ് വായിക്കുന്നത് തിമോത്തിയാണ്. പൗരുഷനി അതിമനോഹരമായി കീബോർഡ് വായിക്കുന്ന ഒരു പയ്യനാണ് ബാലനാണ്. ദൈവത്തിന് എനിക്ക് കൊടുത്ത കഴിവുകൾ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു പയ്യനാണ്. നിങ്ങളോടൊപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാൻ പറ്റിയ കൃപയ്ക്കായി കർത്താവിന് നന്ദി പറയാൻ അല്പസമയം നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. സ്തുതിയും മാനത്തിനും തികച്ചും യോഗ്യനായ ഒരുവൻ മാത്രമുള്ളത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. അല്പസമയം നമുക്ക് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോരേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോരേ. എല്ലാത്തും മറന്നു എല്ലാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാവും പാടി യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായ ഗുരുവനായ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യകാലം ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നവരെല്ലാവരും ചേർന്ന് ഞങ്ങളോടൊപ്പം സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായ കർത്താവിനെ ഒരുമിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോരേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോരേ. എല്ലാവർക്കും മറന്നും എല്ലാ നാവും പാടിനും യേശു മാത്രം കർത്താവ്. എല്ലാവർക്കും മറന്നും എല്ലാ നാവും പാടിനും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാവർക്കും മറന്നു എല്ലാ നാവും പാടിനും യേശു എല്ലാമുട്ടും മറന്നു എല്ലാ നാവും പാടിനും യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇതിനൊന്നും യോഗ്യനായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് വരുമെന്നോ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരും അങ്ങനെ ഒരു ലൈഫായിരുന്നു ഞാൻ മുമ്പോട്ട് കൊണ്ടുവരിക്കുന്നത്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. പാസ്റ്ററുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്.
എന്നിരുന്നാൽ തന്നെ ലോകത്തിൻ്റെ സ്വാധീനത എൻ്റെ +2 കാലയളവിൽ എന്നെ ഒരുപാട് പിടിച്ചു മുറുക്കിയിരുന്നു. ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ കൂടെ നടക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. പക്ഷേ കർത്താവിൻ്റെ ആ സ്നേഹം, കർത്താവ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ഒരിക്കലും ലോകത്തിന് പിന്നീട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയില്ല. എന്നോട് കർത്താവ് ഭയങ്കര ശക്തമായിട്ട് ആ സമയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ ചെറിയൊരു പരാജയം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞാൻ ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ എനിക്കിടയായത്. അതുമൂലം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്താണ് ഞാൻ ഇന്നൊരു പാട്ടുകാരനായി നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അതുവരെ ഞാൻ പാട്ട് പാടുന്നൊരു വ്യക്തി ആയിരുന്നില്ല. ഞാൻ പാട്ടുകാരനല്ല. ഇത്രത്തോളം നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പാൽക്കാലം നിങ്ങളുടെ സന്നിധിയിൽ ഇതുപോലൊരു വേദിയിൽ ഒരു കാര്യത്തിൽ കർത്താവിനെ ഉയർത്തുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോ ലൈഫിൽ, നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് പറയാനുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എത്രയൊക്കെ പ്രതിസന്ധികൾ, എത്രയൊക്കെ താഴ്ചകൾ, എത്രയൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിലൊന്നും പതറാതെ നമ്മളോട് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ആ അപ്പൻ നമ്മൾ അല്പസമയം ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും മന്നരിൽ മന്നവൻ നമ്മോടുകൂടെ. നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ വന്നോട്ടെ, പ്രതിസന്ധികൾ വന്നോട്ടെ, ഒന്നും ഒരു നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമല്ല. കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനും നമുക്ക് ഈ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറച്ചു നിൽക്കാൻ വേണ്ടി കർത്താവ് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ്. നമുക്ക് അല്പസമയം കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടരുത്. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോട്, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവരെ, മാത്രയിൽ ജയം തന്നവരെ. ശത്രുവിൻ തല തകർത്തവരെ, മാത്രയിൽ ജയം തന്നവരെ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. താഴ്ചയിൽ നമ്മെ ഓർത്തവരെ, വീഴ്ചയിൽ നീയെ കാത്തവരെ. താഴ്ചയിൽ നമ്മെ ഓർത്തവരെ, വീഴ്ചയിൽ നീയെ കാത്തവരെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയെ നിത്യം ചേർത്തവരെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, നിത്യം ചേർത്തവരെ. കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിരേ. കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിരേ. ഉള്ളം കലക്കും കള്ള സഹോദരൻ അല്ലൂര ചെയ്യുകിലെന്നു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരൻ അല്ലൂര ചെയ്യുകിലെന്നു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, നൽകിയിടും നിശ്ചയമേ.
സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നീ പാറയിൽ നിന്നും തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. മരുഭൂപ്രയാണം കഴിയും വരെയും മറക്കുന്നവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയും മറക്കുന്നവൻ നമ്മെ ചിറകടിയിൽ. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമകിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമകിലവും നീങ്ങുകയായി. യേശുമനാളൻ ചേർത്തിടും വേഗം ശോഭിതമനവതിയായ നമ്മെ. യേശുമനാളൻ ചേർത്തിടും വേഗം ശോഭിതമനവതിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. ഗുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാൻ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ഗുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാൻ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ഗുണയെനിക്ക് യേശുവേ, കുറവിനില്ലതാൻ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും. വലവിടമായിരങ്ങൾ വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനും എന്നെ വല്ലവൻ കാത്തിടുമേ. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനും എന്നെ വല്ലവൻ കാത്തിടുമേ. പകയന്റെ കെണികളിൽ പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നീരും കൃപമഴ പോ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നീരും കൃപമഴ പോ. ശരണമവൻ ശരണമവൻ തരും തൻ ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമാ
ബലവീനമായിരങ്ങൾ വലിയവർ വീണാലും വലയമണി എന്നെ വല്ലവൻ കാത്തിരുമേ. ബലവീനമായിരങ്ങൾ വലിയവർ വീണാലും വലയമണി എന്നെ വല്ലവൻ കാത്തിരുമേ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആദരരാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആദരരാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആഗതന അരികിൽ ആശ്വസിപ്പിച്ചിടുവാനവനവൻ. ഞങ്ങളെ ആരാധിക്കും കർത്താവേ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ബലവീനമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. ബലവീനമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി എന്നെ വല്ലഭൻ കാത്തിടുമേ. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ ശക്തരായ, നമ്മളെക്കാൾ പണമുള്ളവർ, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരെല്ലാവരും ഓരോ ദിവസവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ അല്പസമയം കൂടെ കർത്താവിനെ ആരാധിക്കാം. നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കൊണ്ടാണ് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. അല്പസമയം എല്ലാ മസിൽ പിടുത്തം എല്ലാം വിട്ട് കർത്താവിനെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ആരാധിച്ച് ഹല്ലേലൂയ. ഈ വരികൾ തന്നെ നമ്മൾ ചേർന്ന് പാടാൻ പോവുകയാണ്. ബലവീനമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്ന് നമ്മളെ കാക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ അല്പസമയം പാടി നമുക്ക് നന്ദി കരയറ്റാം. ഹല്ലേലൂയ. ബലവീനമായിരങ്ങൾ വലിയവർ വീണാ വലയമായി എന്നെ വല്ലഭൻ കാ
വീണമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിൻ എന്നെ വല്ലഭൻ കാത്തിടുമേ. തുണ എനിക്ക് യേശു. ആ യേശു തുണയായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരാപത്ത പ്രതിസന്ധികൾ നമുക്ക് വരാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരിക്കൽ കൂടെ കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ഓരോ ദിവസവും കർത്താവിന്റെ ചെറുകിന്റെ മറവിൽ കർത്താവിനോട് ചേർന്ന് വസിച്ചു കൊള്ളാമെന്നൊരു തീരുമാനം, കർത്താവിന് ഹിതമല്ലാത്തതൊന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല എന്നൊരു തീരുമാനമെടുക്കുക. കർത്താവ് നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ജോസഫ് പാസ്റ്ററെ തുടരാം. മാത്യു പാസ്റ്ററെ കണ്ടില്ലല്ലോ. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ ദൈവമുമ്പാകെ വണക്കാം. അനുഗ്രഹീതമായ ഈ സന്ധ്യ കഴിഞ്ഞ വേളയിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂമിൽ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു സന്ദർഭം കൂടെ ഈ 2024 രണ്ടാമത്തെ മാസത്തിലെ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഒരുക്കിയത് ഓർത്ത് നമുക്ക് അല്പസമയം നന്ദിയോടെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. പ്രത്യേകിച്ച് ഈ സന്ധ്യ കഴിഞ്ഞ വേളയിൽ നടത്തപ്പെടുന്ന ആത്മീയ ശുശ്രൂഷകൾ, സങ്കീർത്തനം, തുടർന്നുള്ള പ്രബോധനം, അതിനുശേഷമുള്ള സാക്ഷ്യങ്ങൾ, ശേഷമുള്ള പ്രാർത്ഥന, ഏറ്റവും ഒടുവിലായി ദൈവവചന ധ്യാനം, എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്യാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധനയെ വഹിച്ചുകൊണ്ട് നമ്മുടെ ആ സ്തോത്രം ജെയ്സൺ പാസ്റ്റർ തുടർന്നുള്ള ശുശ്രൂഷകളെ എല്ലാം വഹിച്ചുകൊണ്ട് ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥി. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഈ സന്ധ്യാസമയം കർത്താവെ, ഈ സൂമിൽ കർത്താവെ, വിവിധ ഇടങ്ങളിലെ കർത്താവെ, ഹാലൂയ, അങ്ങയുടെ ദാസിമാരായിരിക്കുന്നതായ കർത്താവെ, പ്രിയ ദൈവജനത്തിന് ഒരുമിച്ച് കർത്താവെ, ഹാലൂയ, കൂടിയിരുവാൻ തക്കണം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും വീണ്ടും ഒരു അവസരം ഒരുക്കിയതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുകയാണ്. കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എല്ലാം ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കർത്താവ് പ്രദാനം ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവ് സന്ധ്യാസമയം ഞങ്ങൾക്ക് കർത്താവെ ഹാലൂയ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഹാലൂയ കൂടിയിരുവാൻ തക്കണം സ്വർഗം അവിടുത്തെ സഹായിച്ചല്ലോ. അവിടുത്തെ വലിയ ദയക്കായി കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവെ ഹാലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്നമേ ഹോയ് വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്നമേ ഹോയ് വാഴ്ത്തുക. അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പ്രകാരം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ
ചെറുതും വലുതുമായ നന്മകളെല്ലാം കർത്താവെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങളുടെ നടുവിൽ ഉള്ളുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ മറച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന വിശേഷ കർത്താവെ ഹല്ലേലൂയ. ഈ സൂമിൽ ആയിരിക്കുന്ന എല്ലാ കർത്താവെ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ കർത്താവ് സെക്രട്ടറി മറ്റ് കർത്താവ് ഭാരവാഹികളെല്ലാം ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ സൂമിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഈ മീറ്റിംഗിൽ കർത്താവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് രാത്രികാലം കർത്താവെ ഹല്ലേലൂയ. ഈ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവെ ഞങ്ങളുടെ അഭിഷിക്തന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തമായ നിലയിൽ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവെ ഹല്ലേലൂയ ആരാധിപ്പാൻ എല്ലാം കർത്താവെ അവിടുന്ന് സഹായിച്ചല്ലോ. കർത്താവെ ഹല്ലേലൂയ ലീഡ് ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുവാണെന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ സ്റ്റീഫൻ ഫാസ്റ്ററെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പുരുഷന്റെ മറവിൽ മറിഞ്ഞുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ആവശ്യമായ വലിയ ആത്മീയ ഉത്തേജനം പകർത്തക്കോണം. കർത്താവെ ഹല്ലേലൂയ വചനം സംസാരിക്കാൻ ഞങ്ങളുടെ അഭിഷിക്തനെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുമാണ് ശക്തീകരിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവരെല്ലാം വിഷയങ്ങളെ ദൈവകാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയ കർത്താവ് സാന്നിധ്യം നിറവും കർത്താവ് അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചാട്ടെ. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് ഉണ്ടോ? ഇല്ല. സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന്റെ ദാസനാണ് വായിക്കേണ്ടതെങ്കിലും സാഹചര്യവശാൽ അദ്ദേഹത്തെ നമുക്ക് ഈ സൂമിൽ ലഭ്യമല്ല. 46-ാം സങ്കീർത്തനം. ഓരോ വാക്യങ്ങളും ഒരുമിച്ച് വായിക്കാം. 46-ാം സങ്കീർത്തനം ഇപ്പോൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും പുസ്തകം എടുത്ത് നാം ഒന്ന് ചേർന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രോധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തന്നെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ഷൂമിലിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാരും ആമെന്ന വായിച്ച വാക്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഭൂമി മാറിപ്പോകും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴും, അനവധി സംഭവങ്ങൾ നടക്കും. എന്നാൽ അതിന്റെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ ഏറ്റവും അടുത്ത തുണയായി, ഓ, ഈ ദിവസം വരെയും ഈ നിമിഷം വരെയും ദൈവം നമ്മെ നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഒരല്പസമയം കരമുയർത്തി പിടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഉള്ളങ്ങളും ദൈവസന്നിധി പകർന്ന് അല്പസമയം നന്ദി പറഞ്ഞ് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഈ സങ്കീർത്തന ഭാഗത്തിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വീകരിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ദാസിദാസന്മാരെ, ഈ ഷൂമിൽ വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ബലപ്പെടുത്തിയാട്ടെ. തുടർന്ന് അവിടെ നിന്ന് കൃപ നൽകും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് യാദൃച്ഛിക ഇങ്ങനെ സങ്കീർത്തന ഭാഗം വായിക്കുവാൻ ഇടയായി. നമ്മുടെ മാത്യു പാസ്റ്ററിന്റെ പലപ്പോഴും അദ്ദേഹം സൂമിൽ വരുന്ന അവസരത്തിൽ, ഈ ഇടുക്കി ജില്ലയാണല്ലോ, പലപ്പോഴും വേണ്ടതുപോലെ അദ്ദേഹത്തിന് സൂമിൽ അതിന്റെ റേഞ്ചൊക്കെ കിട്ടാതെ വരുമ്പോൾ ആ നിലകളിൽ പലപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു സാവകാശമാണ് ഉണ്ടായത്. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. സൂമിലുള്ള നമ്മുടെ പ്രസിഡന്റിന്റെ കുടുംബം, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഇന്നും കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നെ വിളിച്ചറിയിച്ചു. ഞാന് ഇന്ന് മുണ്ടക്കയം 504 എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷയ്ക്ക് പോയത്. സഭായോഗം കഴിഞ്ഞ് അവിടെ ഒരു പരസ്യയോഗം കൂടെ നടത്തിയിട്ട് അന്നേരെ അവിടെയുള്ള ദൈവദാസനെയും കുടുംബത്തെയും വേറൊരിടത്ത് കൊണ്ടാക്കിയിട്ട് അവിടുന്ന് ഒരൊറ്റ വിടിയിൽ വിട്ടാണ് ഞാൻ സഭായോഗത്തിന് ഇവിടെ വന്നത്. ഇന്ന് എനിക്ക് ഇച്ചിരി വെത്തപ്പാട് വന്നു. ഞാൻ സണ്ണിപ്പാസോട് പറഞ്ഞു, എനിക്ക് ഇന്ന് അല്പം വെത്തപ്പാടുണ്ട്. സണ്ണിപ്പാസ് പറഞ്ഞു, എനിക്ക് എന്റെ സെന്ററിന്റെ യോഗമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓടി വന്ന് ചേരാനിടയായത്. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ മിനിസ്ട്രി വന്നിട്ടുള്ള KP രാജന്റെ അവിടുത്തെ കൺവെൻഷൻ ആരംഭിക്കുക. ഇന്നും നാളെ കഴിഞ്ഞും കൺവെൻഷനാണ്. അതിന് പ്രത്യേക മിനിഞ്ഞാന്ന് ഞാനാണ് അതിന്റെ മറ്റ് പരസ്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനിടയായി. ഇന്ന് പ്രത്യേകം വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആരാധന മുടക്കി വരുത്തില്ല, നാളെ മുതൽ വരാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഈ ആരാധനയുടെ പ്രാധാന്യത മനസ്സിലാക്കുകയും നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചില സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഓടി വന്നതിന്റെ കാരണം നാം ഒരുമിച്ചുള്ള കൂട്ടായ്മ അത് അനുഗ്രഹമാണ്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഈ കൂട്ടായ്മ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി പിടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്തോത്രം. നാളുകളായി നമ്മൾ അടുത്തല്ലെങ്കിലും നമ്മുടെ ആ ബന്ധം വലുതാ. യേശുവിന്റെ രക്തത്താലുള്ള വലിയ ബന്ധം, കൂട്ടായ്മ ബന്ധം, പ്രാർത്ഥനാ ബന്ധം, ആരാധനയിൽ വിവിധങ്ങളായ നിലകളിലുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. ആ നിലയിലാണ് ദൈവം നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഞാൻ ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് 1-2 ചെറിയ ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് വളരെ പരിചിതമായ സങ്കീർത്തനമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങൾ വരുമ്പോഴാണ് അടുത്ത് നിൽക്കുന്നവർ പോലും അകന്നു പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് സന്തോഷം വല്ലതൊക്കെ നന്മയുണ്ടെങ്കിൽ കൊള്ളാവുന്നുള്ളതാണ്. നന്മയാണ് മനുഷ്യൻ പറ്റിപ്പിടിക്കുന്നത്, അതിനോടാണ് മനുഷ്യൻ ചേരുന്നത്. ഒരു കഷ്ടതയും പ്രയാസമൊക്കെ വരുമ്പോ ഈ നന്മയെയും സന്തോഷത്തെയൊക്കെ ലക്ഷ്യമാക്കുന്നവർ പലരും മാറിപ്പോകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, ലോക സഹജമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കല്ല, അവനോട് ചേർന്ന് അവന്റെ ചാരെ ഉള്ളത് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യമാണ്. ഞാന് ഓർപ്പിച്ചിട്ടുള്ളൊരു ചിന്ത തന്നെ പറയാം. ഒരു ഭക്തൻ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ച് സ്വർഗത്തിൽ ചെന്നു. കർത്താവിനോട് ഒരുമിച്ചിരിക്കുക, സന്തോഷിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, നീ ഭൂമിയിലൂടെ സഞ്ചരിച്ച വഴികളൊക്കെ ഞാൻ കാണിക്കാം. കർത്താവ് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. ഭൂമിയിലൂടെ ഇവനിങ്ങനെ സഞ്ചരിച്ച പാതകളെല്ലാം കർത്താവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ ഇവന്റെ കാൽപാദങ്ങളോട് ചേർന്ന് 2 പാദങ്ങളുടെ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നു. അവ പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നോട് ചേർന്ന് നടന്ന പാദങ്ങളല്ലേ അത്? അതെ, നിന്നോട് ചേർന്ന് നിന്റെ എല്ലാ ജീവിതത്തിന്റെ വഴിത്താരയിലും ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ വലിയ പാറക്കെട്ടുകളും വലിയ ദുർഘടമേടുകളും ഒക്കെ കണ്ടു. ഈ സമയത്ത് ഈ പാദങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ടതുപോലെ കാണാൻ പറ്റുന്നില്ല. ഒരു മുറിയും അരഭാഗവും കുറച്ചൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ ഇവനൊരു വലിയ ഭാരം, ഇങ്ങനെ വലിയ ദുർഘടമേടുകളൊക്കെ വന്നപ്പോ, കർത്താവെ, അങ്ങ് എന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ, എന്റെ ചെറിയ പാദം പോലെയാ എനിക്കിപ്പോ തോന്നുന്നത്. അപ്പൊ പറഞ്ഞു, മകനെ, അത് നിന്റെ പാദമല്ല. നീ ദുർഘടമേടുകളിലൂടെ കയറിപ്പോയപ്പോൾ നിന്നെ തോളിലെടുത്ത് വഹിച്ച
എന്റെ പാദമാണ് നീ ആ കാണുന്നെന്ന് പറഞ്ഞു. പ്രതിസന്ധിയുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. നിന്നെ വഹിക്കുന്ന, നിന്നെ എടുക്കുന്ന, നിന്നെ ആശ്ലേഷിക്കുന്ന ആ ദിവ്യ സാന്നിധ്യം നിന്നോട് കൂടെ ഇരുന്നു. അതാണ് ആ പാദങ്ങളാണ് എന്റെ പാദങ്ങളാണെന്ന് പറയാനിടയായി. നാം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇരുളടഞ്ഞ മണ്ഡലങ്ങളിൽ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ, രോഗങ്ങളുടെ കാഠിന്യാവസ്ഥയിൽ എല്ലാവരും കൈവിടുമ്പോൾ, ആശയറ്റവരായി തീരുമ്പോൾ, ഭൗതികമായ വഴികൾ അടയുമ്പോൾ, സ്നേഹിതര് പോലും വഴി മാറി നിന്ന് പഠിക്കുമ്പോൾ, ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവം പറയാൻ കഴിയും, ഏതിരുണ്ട സാഹചര്യങ്ങളുടെ നടുവിലും ചേർന്ന് നടക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളാണ് സന്തോഷത്തോടെ കർത്താവിനെ അവരുടെ അകത്തലമാണ് അവർ പിടച്ച് വികസിക്കുന്നത്. അവര് ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എത്ര ക്ഷീണമാണെങ്കിലും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് ഉള്ളത് കൊണ്ട് ഭൂമി മാറിപ്പോയാൽ, ചവിട്ടി നിൽക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഇത് മാറിപ്പോകുന്നേ, ഉറപ്പൊന്നുമില്ല, ഗ്യാരണ്ടി ഇല്ല. എത്ര നാൾ ഇവിടെ ചവിട്ടി നിൽക്കാമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? എടോ, നിന്നവര് പലതും പോയി. ഇവിടെ ഈ ഭൂമി മാറിപ്പോകും, പർവ്വതങ്ങൾ കുലുങ്ങും എന്ന് പറഞ്ഞാൽ പർവ്വത സമാനമായി ഇങ്ങനെ നിൽക്കുന്ന വലിയ നേതാക്കന്മാരുണ്ടല്ലോ, വലിയ പുള്ളികൾ, ഇതെല്ലാം കുലുങ്ങാൻ പോവുക. കുലുങ്ങി വീഴും. ഉറപ്പോടെ നിൽക്കുമെന്ന് കരുതുന്ന പലരും ഇവിടെ ദയവായി ഓഫ് ചെയ്ത് വെക്കണേ. സ്തോത്രം. പർവ്വതങ്ങൾ കുലുങ്ങും, അത് സമുദ്രമധ്യേ വീഴും, പിന്നെയും ജലം ഇരച്ച് കലങ്ങും. ഇതൊക്കെ സംഭവിക്കും, ഞാൻ വിശദീകരിക്കുന്നില്ല. പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക, പലതും സംഭവിക്കാൻ തുടങ്ങിയ, ഇവിടെ ഉറച്ചു നിൽക്കുന്നു തോന്നുന്നു, പലതും വീഴാൻ തുടങ്ങിയ, ഇവിടെ ഒന്നിനും ഉറപ്പില്ല. ഈ ഭൂമി മാറിപ്പോകാൻ തുടങ്ങിയ, ഉറച്ചു നിൽക്കുന്ന പലതും തകരാൻ തുടങ്ങിയ. എന്നാൽ ഇതിന്റെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് ദൈവമെന്റെ സങ്കേതവും ബലവുമാകുന്നു. അവരാണ് ധൈര്യത്തോടെ നിൽക്കുന്നത്. മാത്രമല്ല, അവർക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പലസ്തീനെ സംബന്ധിച്ച് പഠിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഹിസ്കിയാവിന്റെ കാലത്തൊക്കെ വെള്ളം കൊണ്ടുവന്ന ചരിത്രമൊക്കെ പഠിക്കാനായിട്ട് കഴിയും. കൽപ്പാത്തികൾ ഇങ്ങനെ വെച്ച് വെള്ളം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്ന ചരിത്രമൊക്കെ പഠിക്കാൻ കഴിയും. എന്നാൽ ദൈവവചനം പറയുന്നു, തന്റെ ജനത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഒരടിക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെട്ട ജലം വലിയ തടാകമായി മാറി, അത് നദിയായി മാറി, അത് തോടുകളായി മാറി. ഇസ്രായേലിന്റെ കൂടാരങ്ങൾക്ക് ചുറ്റും ഒഴുകുവാൻ തുടങ്ങി. രൂപന്റെ കൊച്ചുമകന് വേണമെങ്കിലും വെള്ളം കോരിയെടുക്കാം, അവന്റെ കയ്യിലിരിക്കുന്ന ബക്കറ്റിൽ വെള്ളം കോരിയെടുക്കാം. അതുപോലെ മരുഭൂമിയിലൂടെ ഒഴുകിയ ഒരു നദിയുണ്ട് കേട്ടോ. ഈ നദി പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നദി, ആത്മനദിയിൽ കുളിച്ച് ആറാടി സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവശക്തി പ്രാപിച്ച് ഇന്ന് രാത്രി സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് ധൈര്യത്തോടെ മുന്നേറുവാൻ കഴിയും. സ്തോത്രം. നമ്മൾ പലരും നമ്മുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, ഇതെല്ലാം എനിക്കുണ്ടെന്നുള്ള പറച്ചില്ല, അങ്ങനെ അങ്ങ് പോവുക. എല്ലാം ഉണ്ട്. പഞ്ചസാരയെന്ന് എഴുതിയ കടലാസ് നക്കിയാൽ മധുരമൊന്നും കിട്ടത്തില്ല. പഞ്ചസാര തന്നെ തിന്നണം, മധുരം കിട്ടണം. അനുഭവിക്കണം, ആത്മാവിൽ അനുഭവിക്കണം. അന്നേരം ജഡമൊക്കെ തന്നെ ഇളകുന്നി. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളിയൊക്കെ ഇളകും നല്ലതുപോലെ. അഭിഷേകത്തിന്റെ ശക്തിയും ആത്മനിറവൊക്കെ വെളിപ്പെട്ടാൽ ഈ പുള്ളി അങ്ങനെ ഇരിക്കത്തില്ല. പുള്ളി ഇളക്കം വരും, ചക്കരി വരും. ഞാനിന്ന് ആരാധിക്കാൻ ചെന്നിടത്ത് ഒരു ദീർഘവർഷങ്ങളായി 30 കുടുംബങ്ങളുള്ള ഒരു സഭ. ആ സഭ ഒതുക്കി കെട്ടി ഇന്ന് 2 പേരാ അവിടെ ആരാധിക്കാനുള്ളത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകരം ഞങ്ങളെ കൂടി ശക്തീകരിച്ചു. ഞങ്ങൾ 6 പേരെ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞത്, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പിശാച് ഒതുക്കി കെട്ടിയ മണ്ഡലങ്ങളെ തമ്പുരാൻ പൊട്ടിക്കും. അത് ദൈവാത്മാവിന്റെ ശക്തിയുടെ നിറവിൽ ചില പോരുകൾ അഴിയും, ബന്ധനങ്ങൾ തകരും. അത് ആരാധന മധ്യ ദൈവങ്ങളുടെ നടുവിൽ വെളിപ്പെടും. സ്തോത്രം.
ഒരുണങ്ങിയ പരുവത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഈ നദി ഉണ്ടെങ്കിൽ അതിനകത്ത് നീന്തി തുടിച്ച് ആത്മാവിൽ സന്തോഷിച്ച് ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇന്ന് ദൈവം നമുക്കിടയാക്കട്ടെ. ഈ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നടുവിലൂടെ ഒഴുകുന്ന ഒരു ആത്മനദിയുണ്ട്. ആ നദിയിൽ നിന്ന് കുടിച്ച ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയെന്ന് ആ ശമരിയാക്കാരി മനസ്സിലാക്കിയപ്പോ ഉള്ള പാത്രം എടുത്തെറിഞ്ഞേച്ച് നേരെ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു. ആത്മനദി പ്രദാനം ചെയ്യുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ വന്നു, വിടുതൽ പ്രാപിച്ചു. ശമരിയ പട്ടണം ഇളകി, വലിയ വിടുതലുണ്ടായി. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ നിന്ന് കുടിക്കാം, പ്രാപിക്കാം. നദികൾ ഒഴുകട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇതൊരു അന്ത്യകാല ശുശ്രൂഷയാ, അവസാന കാലത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അതിമഹത്തായ ശുശ്രൂഷയാ. അതുകൊണ്ട് ഈ സൂമിലുള്ള എല്ലാ ദൈവദാസിദാസന്മാരും ഒരു പുതിയ കൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സങ്കീർത്തന ഭാഗത്ത് നിന്ന് ഞാൻ വിരമിക്കുന്നു. സ്തോത്രം. തുടർന്ന് നാം ചെയ്തു വരുന്നത് പോലെ നമ്മുടെ സാക്ഷ്യത്തിനായിട്ടുള്ള സമയം വേർതിരിക്കുകയാണ്. കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പ്രസ്താവിക്കുന്നതാണല്ലോ സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ അവർക്കും സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. ഓരോരുത്തരായി സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാൻ ക്ഷണിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം എന്നെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അമ്മയും ദൈവം പരിപാലിച്ചു. ആപത്തവിടെ നിന്ന് ദൈവം വിടുവിച്ചു. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയുണ്ടായി. വളരെ ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഒരുങ്ങി. എന്നാൽ ദൈവം അവിടെയൊക്കെ എന്നെ വിടുവിച്ചു. ഞാൻ വളരെ ഭാരപ്പെട്ട എൻ്റെ ശരീരമെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് ഷിവറിങ് ആയിരുന്നു. ഷുഗറെല്ലാം താണു. ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞു എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബെറ്റർ ആകാൻ തുടങ്ങി. എന്നാൽ ഇന്ന് ഞാൻ നേരം മനസ്സിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇന്ന് എനിക്ക് സൗഖ്യം തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറയാം. ദൈവം എന്നെ അതിനായിട്ട് സാക്ഷി പറയാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ ഒരുക്കി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ ജയ്ഡൻ മോനെ പനിയാൽ ഭാരപ്പെടുന്നു. ഭയങ്കര ടെമ്പറേച്ചറാണ്. സ്കൂളിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. അവനെ പനിയാൽ വളരെ ഭാരപ്പെടുന്നു. അതുപോലെ മൂത്ത മോൻ ടിജോമോനും പനിയാലും പല്ലുവേദനയാലും അവനും ഭാരപ്പെടുന്നു. നിങ്ങൾ പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു വാക്യമാണ് യെശയ്യാവ് 41:13 നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ആ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നെ ദൈവം കൈവിടത്തില്ല. ശത്രു തകർക്കാൻ നോക്കിയാലും ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. തന്ന സൗഖ്യത്തിനായിട്ട് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. വീണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കുരിരുൾ താഴ്വരയിൽ ലേശം ഭയന്നിടാതെ പോയിടു നിങ്ങൾ. യേശുവിൻ നാമം പാടിയാർത്തിടു നിങ്ങൾ. യേശുവിൻ നാമം പാടിയാർത്തിടു നിങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈ വിശുദ്ധ പകൽക്കാലത്തെ ആരാധനയ്ക്ക് ശേഷം ഈവനിംഗ് വർഷിപ്പിൽ കടന്നു വരുവാനും എൻ്റെ ദൈവത്തെ ഉയർത്തുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിപ്പാനും ദൈവം എനിക്ക് നൽകിയ നല്ല ദിവസത്തിനായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ഏറിയ പ്രത്യാശയാലും ദൈവം കാവ് നമ്മളെ നിറയ്ക്കുന്ന നല്ല കുറുകൾക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിടുതലിന്റെയും അത്ഭുതത്തിന്റെയും നല്ല നല്ല സാക്ഷ്യങ്ങൾ കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ആരാധനയെങ്കിൽ കടന്നു വരുന്നത്. എന്നാൽ ദൈവം ചെയ്യുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്കായി സ്തോത്രം. അടിയങ്ങളെയും കുടുംബമായി ദൈവോടൊന്ന് പരിപാലിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പരിപാലിച്ചു. ഒരു പ്രാർത്ഥനാ വിഷയം പറയുന്നു. എൻ്റെ മകളുടെ ഹസ്ബൻഡ് വീണ്ടും നോർത്ത് ഇന്ത്യയുടെ ഛത്തീസ്ഗഡ് എന്ന സ്ഥലത്ത് മിഷണറി പ്രവർത്തനം വേണ്ടി കടന്നുപോയിരിക്കുന്നു. പ്രാർത്ഥിക്കണമേ. ഭയങ്കര പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ദൈവോടൊന്ന് പരിപാലിക്കേണ്ടവരുടെ ശുശ്രൂഷ തികച്ച് സൗഖ്യത്തോടെ സമാധാനത്തോടെ മടങ്ങി വരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അതുപോലെ ഞാൻ ശ്രേഷ്ഠദാസനോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഹെഡ് മാസ്റ്ററോട് വിളിച്ച് ചോദിച്ചായിരുന്നു നമ്മുടെ ചിൽഡ്രൻസ് ഗ്രൂപ്പ് സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് ചിൽഡ്രൻസ് ഗ്രൂപ്പ്
വളരെ ബ്ലാങ്ക് ആയിട്ട് കിടന്നപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാനത് ഹെഡ് മാസ്റ്ററോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. ദേവദാസൻ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ശല്യപ്പെടുത്തി പറയാൻ. ഞാൻ പിന്നെ മെസ്സേജ് വിട്ടു. കാരണം ഓരോ ദിവസവും നമ്മൾ മറ്റ് ഗ്രൂപ്പിൽ നടത്തുന്ന പോലെ കുഞ്ഞുങ്ങൾ പാട്ട് പാടി, ഞാൻ ഇന്നലെ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ പാടിയിട്ടുണ്ട്, പാട്ട് പഠിപ്പിക്കുക. അതെല്ലാ ടീച്ചേഴ്സും അതൊന്ന് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കുക. ദേവദാസൻ അതിനെ കുറിച്ച് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ പാട്ട് പാടുക, അതുപോലെ സന്ധ്യയ്ക്കും രാവിലെയും ബൈബിൾ വാക്യങ്ങൾ വായിക്കുക. ഞാൻ ഇന്ന് സദൃശവാക്യം 1-ാം അധ്യായം 1 മുതൽ 15 വരെ ഇട്ടിട്ടുണ്ട്. അത് പ്രഭാതത്തിന്റെ വാക്യം ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ദൈവം ചെയ്ത ഉപകാരത്തെ കുറിച്ച് പറയുവാനുള്ള അവസരം അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാം. മിനിസ്റ്ററുടെ വഴി. ഓക്കെ. ദൈവം എന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് ഈ കാര്യങ്ങളൊക്കെയും ദൈവം നിർവടിയായി ചെയ്യുവാനും അതുപോലെ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം പരിപാലിച്ച്, ഞങ്ങളെ പരിപാലിച്ച എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. വീണ്ടും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു ഞായറാഴ്ചയുടെ രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രകാരമായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 13 വർഷത്തോളമായി ഈ കണ്ണൂർ ജില്ലയിൽ പോകുമെന്ന ദേശത്ത് കടന്നു വരികയും ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവകൃപയാൽ സുവിശേഷ പ്രവർത്തനമൊക്കെ ചെയ്ത് ഒരു സഭയൊക്കെ ആകുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ സ്വന്തമായി ഞങ്ങൾക്ക് സഭാഹാളോ ഒന്നുമില്ലായിരുന്നു. ദീർഘവർഷങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ നാടുകളിൽ കഴിഞ്ഞ 2023 ഒക്ടോബർ മാസത്തിൽ ആ സ്ഥലം വാങ്ങുവാനിടയായി ആ സ്ഥലത്ത് ഒരു ചെറിയ വീട് ഉണ്ട്. ആ വീടിന് കുറെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. അതിനും 2 ലക്ഷം രൂപയോളം അതിനെ മുടക്കി മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് ദൈവകൃപയാൽ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ പഴയ സ്ഥലത്തുനിന്ന് മാറി പുതിയ കെട്ടിടത്തിലേക്ക് താമസം ആരംഭിച്ചു. ഞങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഇരുന്നുകൊണ്ട് ആ പുതിയ സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ മറ്റ് തിരക്കുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് ട്രിനിറ്റിയിൽ അധികമായി പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൂടാതെ ഞങ്ങളുടെ ജനറൽ കൺവെൻഷനൊക്കെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അവിടെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഈ ട്രിനിറ്റിയിൽ കടന്നു വന്ന് നിങ്ങളെ എല്ലാവരെയും കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പിന്നെ കർത്താവ് അവസരമൊരുക്കി. നമ്മൾ വാങ്ങിച്ച പുതിയ സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ സൂമിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അതിലുള്ള ഒരു വീട് മെയിൻ്റനൻസ് ചെയ്ത് അതിൽ ഒരു ഹാളുണ്ട്. അതിലിപ്പോൾ ആരാണ് നടത്തുന്നത്? എന്നാൽ പ്രത്യേകമായി ഒരു 5 സെന്റിന്റെ പ്ലോട്ട് ഇതിനോട് ചേർന്നിട്ടുണ്ട്. 15 സെന്റ് സ്ഥലമാണ്. അതിൽ 5 സെന്റ് പ്ലോട്ട് ധരിച്ചിട്ടുണ്ട്. അവിടെ ഒരു സഭാഹാള് പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം വഴി തുറന്നവനായ ദൈവം തുടർന്ന് സഭാഹാളിനുള്ള വഴിയും ദൈവം തുറക്കേണ്ടതിന് വേണ്ടി തുടർന്നും ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. പ്രത്യേക കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനിയ ദാസൻ തോമസ് ചെറിയാനെങ്കിൽ, ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നിയന്ത്രിക്കുന്ന ബഹുമാനിയ ദേവദാസൻ ജോസഫ് ചാക്കോ അവറുകൾ, മറ്റ് സെക്ഷന്മാരായ എല്ലാ ദേവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഈ രാത്രി ഈ ആരാധനയിൽ ഒരുമിച്ച് നിങ്ങളോടൊപ്പമായിരിക്കാൻ എനിക്കും ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ ആയിരുന്നു. അതിന്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഓടി എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. വളരെ വൈകിയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ആരാധനാനന്തരം ഇവിടെ എത്തിച്ചേരുവാനിടയായി തീർത്തിരുന്നത്. അതുകൊണ്ട് പറ്റി സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിലും വളരെ വൈകിയാണ് ഞാൻ വന്നത്. 7 മണി ശേഷമാണ് ആരാധന കഴിഞ്ഞ് ഞാനിവിടെ ഓടിയെത്തിയത്. ശാരീരികമായ ചില ക്ലേശങ്ങളൊക്കെ ശരീരത്തിലുണ്ടായിരുന്നു. ദൈവം അദ്ഭുതമായി വിടുവിച്ചു. എങ്കിലും പൂർണ്ണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസിയും ഞാനുമായിട്ട് ജലകൺവെൻഷൻ കടന്നുപോയി. എന്നാൽ
ദാസിക്കെതിരെ ശാരീരിക പ്രയാസങ്ങൾ നേരിടയായി. കാലിന് നേരും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഭവനത്തിൽ വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. ദാസിയെ ഓർത്ത് കൂട്ടായി തന്ന പ്രിയ മകളെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ സഭയെ ഓർത്ത് സഭയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ചയിൽ ശനിയാഴ്ച ഞങ്ങൾക്ക് മാസയോഗമാണ് എൻ്റെ സെന്ററിൽ. മാസയോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ പ്രാവശ്യം കൂടെ നമുക്ക് ഭൂമിയിൽ കൂടെ കാണുവാനും ക്ഷമ പറയുവാനും പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാനും അവസരം നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ ഭാരവാഹികൾക്കും കർത്തദാസന്മാർ ദൈവജനത്തിനും യേശുവിന്റെ നാമം നന്ദി മകനും അറിയിക്കുന്നു. ഞാൻ കുറഞ്ഞ ആഴ്ചകളായിട്ട് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ നട്ടലിനും അതുപോലെ അത് ഡിസ്കിനും തേയ്മാനം ഉണ്ടെന്ന മെഡിക്കലിൽ ചെന്ന പരിശോധനയിൽ അതായത് സ്കാനിങ് ചെയ്ത് അറിയുവാനിടയായി. ഒരു ഇടത്തെ കാലിന്റെ അരമുതല ഭാഗത്തോട് ഭയങ്കര വേദനയാൽ ഞാൻ ഭാരപ്പെടുന്നു. എല്ലാ കർത്തദാസന്മാരുടെയും ദൈവമക്കളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ മനോഹരമായ ആരാധനയ്ക്ക് ശേഷം ഈ സൂമിലും നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളൊക്കെ കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവം ഞങ്ങളെ അത്ഭുതമായിട്ടും അതിശയമായിട്ടും വഴി നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് പനിയുടെ അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ടു. പ്രത്യേക ദൈവജനം ആരാധനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. വലിയ സൗഖ്യം ദൈവം നൽകുവാനിടയെ തുറന്നു. പൂർണ്ണ സൗഖ്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട് ദൈവം അവസരം ഇരിക്കാനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. സൂമിലായിരിക്കുന്ന കർത്താവിദാസൻ മാരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേപോലെ പ്രസിഡന്റായിരിക്കുന്ന തോമസ് ചെറിയ സാറ് മറ്റ് ഭാരവാഹികളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം. ദൈവദാസിക്ക് ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുകയാണ്. പനിയുടെ അസ്വസ്ഥത ഭാരപ്പെടുക. എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു. അങ്ങനെ ദൈവദാസിക്ക് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ ലഭിച്ചിട്ടില്ല. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കും. ഞങ്ങൾ സഭയോർത്ത് പ്രാർത്ഥിക്കണം. സഭയിൽ പുതിയ ആത്മാക്കൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് എത്രയും പെട്ടെന്ന് അവർ സ്നാനപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകം ദൈവമക്കൾ ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ ദൈവത്തിന്റെ ദാസന്മാർ എല്ലാവർക്കും ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം ചില മീറ്റിങ്ങുകളൊന്നും എനിക്ക് വേണ്ടപോലെ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുന്നതുകൊണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവദാസന്മാരോട് ചേർന്നായിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വിഷയം പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ റൂബി എന്ന് പറയുന്ന ഒരു ദൈവദാസിയുടെ ബ്രസ്റ്റ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിച്ചിരുന്നു. ഏകദേശം 2-3 ഓപ്പറേഷൻ പ്രിയ ദൈവദാസിക്ക് ഇതിനോടകം കഴിഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് പുറകിൽ അവസാനത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചൊവ്വാഴ്ച വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വേണ്ടി കടന്നു പോകേണ്ടതുണ്ട്. ദൈവം ഇതുവരെയും അത്ഭുതകരമായ നിലയിൽ പ്രിയ ദൈവദാസിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പം ശാരീരികമായ ക്ഷീണം ഉണ്ടെന്നൊഴിച്ചത് ബാക്കി യാതൊരുമായ പ്രശ്നങ്ങൾ തന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥന വിഷയങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട് എന്ന് ദൈവദാസനെ ഓർപ്പിക്കാനിടയായത്. മേലിലും പ്രിയ ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊരു വിഷയം കൂടെ എല്ലാ ദൈവദാസന്മാരുടെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓർപ്പിക്കുകയാണ്. എൻ്റെ ഒരു സഹപ്രവർത്തകനായിരിക്കുന്ന ദൈവദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഡെയ്സൺ എന്നാണ്. വൈക്കത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം.
ജോസഫ് ചാക്കോപാസ്റ്റർക്ക് അറിയാവുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ മോൻ ഏകദേശം 13 വയസ്സ് പ്രായമുള്ള എഫ്രൈം എന്നാണ് പേര്. കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകൾക്ക് പിറകിൽ ആ കുഞ്ഞിന് ഒരു അടിയന്തരമായിരിക്കുന്ന ഒരു സ്കാനിങ്ങിന് വിധേയമാകുവാൻ ഇടയായി തീർന്നു. ഈ കൂടെ ഫിക്സ് ഉണ്ടാകുന്ന ഒരവസ്ഥ തനിക്കുണ്ടായി. അത് പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്കകത്ത് ട്യൂമർ ആണെന്ന് കണ്ടുപിടിപ്പാൻ ഇടയായി തീർന്നു. നാളെ കോട്ടയം കാരിത്താസ് അദ്ദേഹം പൈതൃകം അഡ്മിറ്റ് ആയിട്ട് വ്യാഴാഴ്ച ആ പ്രിയ കുഞ്ഞിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ്. വളരെ മാനസികമായ ഭാരത്തോടുകൂടെ ദൈവദാസനായിരിക്കുന്നു. പ്രത്യേകിച്ച് പല പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ആ വിഷയങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിലും ഞാൻ നിശ്ചയമായും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി നമ്മുടെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു മീറ്റിങ്ങിൽ അദ്ദേഹം ആയിരിക്കുന്നതുകൊണ്ട് പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. എല്ലാ ദൈവദാസന്മാർ ആത്മാർത്ഥമായ പ്രിയ പൈതലിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന് തന്നത്തിൽ ഓർപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഓപ്പറേഷൻ ഒരു വലിയ ദൈവപ്രവൃത്തിയെ മാറേണ്ടതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഇവിടെ വിനയമായിട്ട് ഞാൻ ചോദിക്കുന്നു. ഞങ്ങളുടെയും കുടുംബത്തെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഓർപ്പിച്ചുകൊണ്ട് ദൈവം ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് ബീന. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് സംസാരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ സമയത്ത് ഞാൻ വളരെ അതിഭയങ്കരമായ പനിയാലും ഛർദിലിനാലും ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ട എല്ലാ സജു ബ്രദർ, ഇവിടുത്തെ ഹൈദരാബാദിലെ സജു ബ്രദർ ഗ്രൂപ്പിൽ പറയുകയും എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ എനിക്കിന്ന് വളരെയധികം സൗഖ്യമാവുകയും ശരീരത്തിന് അസ്വസ്ഥതകളുണ്ട്. ഒരാഴ്ച കണ്ടിന്യൂ വോമിറ്റിംഗ് ആയിരുന്നു. എന്ത് കഴിച്ചാലും, വെള്ളം കുടിച്ചാലും, മെഡിസിൻ എടുത്താലും അത് വോമിറ്റിംഗ് ആയിട്ട് പോവുകയായിരുന്നു. പനി 103 ഇങ്ങനെ കണ്ടിന്യൂ വന്നുകൊണ്ടിരുന്നു. പക്ഷെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയാൽ ഗ്രൂപ്പിലും എന്റെ പ്രാർത്ഥന സെഷനിലും ഉണ്ടായിരുന്നു. പ്രാർത്ഥനയാൽ ഇന്ന് എനിക്കൊരു 3 ദിവസമായിട്ട് പനിക്കുന്നില്ല. വളരെയധികം വിടുതൽ. ഈ ആഴ്ചയിൽ ഡ്യൂട്ടിക്കോ മറ്റ് ആരാധനകൾക്കൊന്നും പോകാനും സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ദൈവാനുഗ്രഹത്താൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഇന്ന് ഈ ഗ്രൂപ്പിൽ എനിക്കൊരു സാക്ഷിയായി പറയുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. അതുപോലെ എനിക്കിന്ന് നല്ലവണ്ണം പരിപൂർണമായി വിടുതൽ ലഭിച്ചിട്ടുണ്ട്. വോമിറ്റിംഗ് എല്ലാം നിന്നു, പനിയും കുറവുണ്ട്. നല്ല ശരീരത്തിന് ഭയങ്കര ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. ഡ്യൂട്ടിക്ക് കടന്നു പോകാൻ തുടങ്ങിയിട്ടില്ല, ആരാധനകൾക്കൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരും പ്രിയപ്പെട്ട തോമസ് അങ്കിളിലൊക്കെ മെസ്സേജുകൾ ഇട്ടിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ എല്ലാ ദൈവശ്രേഷ്ഠ ദാസന്മാരുടെ വിലയേറിയ പ്രാർത്ഥനയെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. ഞാൻ ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈദരാബാദിലെ തെലങ്കാനയിലെ ഗ്രൂപ്പിന് വേണ്ടി, നമ്മുടെ പ്രയർ സെന്ററിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരുന്നുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പാട്ടിന്റെ ഈരടികൾ പാടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല നിനക്കാ ഞാൻ സമർപ്പിക്കുവാൻ, യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സാക്ഷ്യവാചകങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പാടി ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ നാവിൽ സ്തോത്രവും സ്തുതിയും അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനായിട്ടില്ല. എൻ്റെ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുക കഴിക്കും. ഞാൻ എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുക കഴിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവം ധാരാളമായി നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് കരുതുന്നു.
ഇവിടെ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും അത്ഭുതം കർത്താവ് ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പ്രാരംഭമായി ഞാൻ 2 വിഷയങ്ങൾ വീതം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയും. ആ 2 വിഷയങ്ങൾ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അത് പ്രാർത്ഥിക്കുന്ന ആളുകളെ കൂടെ പറയും. അവര് ആ 2 വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ജോയ് സാംസൺ പാസ്റ്റർ ആയിരിക്കും ആദ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമ്മുടെ മേരിക്കുട്ടി ആന്റി പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ശ്രദ്ധിച്ചല്ലോ. താൻ ശാരീരികമായി വളരെ ക്ഷീണം അനുഭവിച്ചു, ഷുഗർ താണു, വളരെ പ്രയാസമുണ്ടായി. എന്നാൽ നമ്മുടെ പ്രസിഡന്റ് കർത്തൃദാസൻ പ്രാർത്ഥിച്ചു. തനിക്ക് ദൈവം കൊടുത്ത വിടുതലിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ശരീരത്തിന് വേണ്ട പൂർണ്ണ വിടുതൽ കർത്താവ് കൽപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഹേഡൻ മോന് പനിയാൽ വളരെ ഭാരപ്പെട്ടു. ഇപ്പോഴും ആ പനിയുടെ ക്ഷീണം തനിക്കുണ്ട്. ആ അസ്വസ്ഥത പൂർണ്ണമായി വിട്ടുമാറി സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ മൂത്ത മോൻ പനിയാലും പല്ലുവേദനയാലും ഭാരപ്പെടുന്നു. കുഞ്ഞുങ്ങൾ 2 പേരെയും, പ്രത്യേകിച്ച് ഗേഡൻ മോന്റെ പനി മാറുവാൻ, മൂത്ത മോന്റെ പനിയും പല്ലുവേദനയും മാറുവാൻ, പ്രിയ ആന്റിയുടെ ക്ഷീണം പൂർണ്ണമായി മാറുവാൻ സാറിനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അതൊരു വിഷയം. 2ാമത്തെ വിഷയം ലതാ ഷാജി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവം അവരെ നടത്തുന്നു. പ്രത്യേകിച്ച് തന്റെ മകളുടെ ഭർത്താവ് ഛത്തീസ്ഗഡിൽ ശുശ്രൂഷയ്ക്ക് വചനമറിയിപ്പാൻ കടന്നുപോയിരിക്കുന്നു. അവിടെ വലിയ കാര്യം ദൈവം ചെയ്യണം. ആ ദേശത്തൊക്കെ എതിർപ്പുകളുള്ള സ്ഥലങ്ങളാണ്. പ്രതികൂലങ്ങൾ കൂടാതെ ശക്തമായി ആ ദേശത്ത് ദൈവപ്രവൃത്തി നടക്കുവാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ സ്തോത്രം, പ്രിയ ദൈവദാസിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും തന്നെ കൊണ്ട് മിനിസ്ട്രി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയ്ക്കായും നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും ആ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ 2 വിഷയങ്ങൾ, 2 സാക്ഷ്യങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ ജോയ് സാംസൺ പാസ്റ്റർ ഈ 2 വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്ന നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രികാല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ കർത്താവെ വൈകുന്നേരത്തുള്ള ഈ സൂം ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുവാൻ വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കോണം കർത്താവ് സഹായിച്ച വലിയ ദയക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അങ്ങയുടെ വിസ്താര പരിചിറകടിയിൽ കാത്തു പരിപാലിച്ച അവിടുത്തെ വലിയ ദയക്കായി സ്തുതിക്കുന്നു. പ്രത്യേക സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സാക്ഷ്യത്തിലൂടെ കർത്താവ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേക പ്രിയ മേരിക്കുട്ടി ആനിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസം കർത്താവ് ഷുഗർതാന്ന് കർത്താവെ വളരെയധികം പ്രയാസപ്പെട്ടു. കർത്താവെ ഹാലുൽ, എന്നാൽ കർത്താവ് പ്രിയ ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബേഡൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേദൽ പനിയാലൊക്കെ ഭാരപ്പെടുകയാണല്ലോ. കർത്താവ് അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരമോട് നീട്ടി അവിടെ നിന്ന് മാനിച്ചാട്ടെ. മൂത്ത മകനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പനിയാലും പല്ലുവേദനയാലും ഒക്കെ ഭാരപ്പെടുന്നു. കർത്താവെ സൗഖ്യമാക്കുമാറാകണമേ. കരുണയുടെ കരമോട് നീട്ടി ഇവിടെ നിന്ന് മാനിച്ചിട്ട് നമ്മോട് പ്രാർത്ഥിക്കുന്നു. ലതാക്ഷായ സൗകര്യക്കായി പ്രാർത്ഥിക്കുന്നു. തന്നെ കർത്താവ് നിന്ന് അനുഗ്രഹിച്ചാട്ടെ. ദൈവകൃപയിൽ അവിടെ നിന്ന് കാത്തു പരിപാലിക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അവിടെ നിന്ന് ഒരുക്കി അവിടെ നിന്ന് മാനിച്ചാട്ടെ. പ്രത്യേക ഛത്തീസ്ഗഡിൽ കർത്താവ് മിഷണറി പ്രവർത്തനത്തിനായി കടന്നു പോയിരിക്കുന്ന മകനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ ദൂതന്മാരെ കാവലായി അവിടെ നയിക്കുമാറാകണമേ. അഭിഷേകത്തിന്റെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തക്കൊണ്ട് കർത്താവ് സഹായിച്ചാട്ടെ. ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം കൂടെ ഇരിക്കണമേ. പുതു നന്മകളെല്ലാം ഒരുക്കി അവിടെ നിന്ന് മാനിച്ചാട്ടെ. പരിശുദ്ധാത്മ നിർവ്വ ശക്തി അവിടെ നിന്ന് പകർന്നാട്ടെ. ജീവിതത്തിലെ ഭാരങ്ങൾ, പ്രയാസങ്ങളെല്ലാം വിട്ടുമാറുവാനും ദൈവകൃപയാൽ നിറയുവാനും ആരോഗ്യത്തോടുകൂടെ നിൽക്കുവാനും ദൈവകൃപയോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പ്രിയ സഹോദരിയെ കർത്താവ് സഹായിച്ചിട്ട് നമ്മോട് പ്രാർത്ഥിക്കുന്നു. ഏറെ നന്മകൾ എല്ലാവർക്കുമായി അവിടെ നിന്ന് ഒരുക്കുന്നതേക്ക് സ്തുതിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട് കർത്താവെ ഈ ദിവസങ്ങളിൽ അങ്ങ് മറുപടി അയക്കുന്നതേക്ക് സ്തുതിക്കുന്നു. സൈരത്തിൽ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ട ആ വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന 2 വിഷയങ്ങൾ നമ്മുടെ ഡേവിസൺ പാസ്റ്റർ പ്രാർത്ഥിക്കണം. ജോയ് സാംസൺ പാസ്റ്റർ കണ്ണൂർ ജില്ലയിൽ ചില വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കാര്യം ഓർപ്പിച്ചല്ലോ. സ്വന്തമായ ഒരു ക്രമീകരണം
2021 ഒക്ടോബറിൽ തനിക്ക് സ്ഥലം വാങ്ങുവാനിടയായി. കഴിഞ്ഞ 30-ാം തീയതി പുതിയ സ്ഥലത്തേക്ക് മാറി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന, അവിടെ ഒരു വീടുണ്ടായിരുന്നു, മെയിൻ്റെനൻസ് ചെയ്ത് അവിടെ ആരാധന ആരംഭിക്കാനിടയായി. കർത്താവിന്റെ ദാസൻ പാർത്ത പഴയ കെട്ടിടത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് നമ്മുടെ കേരള യാത്രയിൽ. അവിടുത്തെ ഇടുക്കം ഞങ്ങൾക്ക് അറിയാം, അവിടെ ഞങ്ങൾ പോയതാണ്. എന്നാൽ കർത്താവിന്റെ ദാസൻ ഒരു വിശാലതയിലേക്ക് ദൈവം നടത്തിയല്ലോ. അപ്പൊ തന്നെ അവിടെ ഒരു മനോഹരമായ ഹോൾ ഉണ്ടാകണം. കർത്താവിന്റെ ദാസനെ ആ ദേശത്ത് ശക്തമായി കുടുംബമായി ഉപയോഗിക്കണം. ക്രമീകരണം ദൈവം ഒരുക്കിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ കുടുംബമായി സഹായിപ്പാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ജോയ് ശമുവേൽ പാസ്റ്റർ പറഞ്ഞ വിഷയം, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ശരീരത്തിൽ അല്പമായ ക്ഷീണങ്ങൾ, ക്ലേശങ്ങൾ, വിശിഷ്യ കർത്താവിന്റെ ദാസിക്ക് കാലിന് നീരും മറ്റുമായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ വിടുതൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളും. അടുത്ത ശനിയാഴ്ച ഇവിടെ മാസയോഗം നടക്കുന്നു, അത് അനുഗ്രഹിക്കപ്പെടുവാനും കർത്തൃദാസൻ പ്രാർത്ഥന ചോദിച്ചല്ലോ. ആ കർത്തൃദാസന്റെ ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെയും ഓർത്ത്, ദാസിയുടെ വിടുതലിനെയും ഓർത്ത്, ജോശാംശൻ പാസ്റ്ററെയും പറഞ്ഞ വിഷയങ്ങളെയും ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ ഡേവിസൺ പാസ്റ്റർ ആ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ശക്തിയായി പ്രാർത്ഥന. പ്രാർത്ഥിക്കാം. സുഖസ്ഥ നല്ല പിതാവേ, മനോഹരമേറിയിരിക്കുന്ന ഈ രാത്രിയിൽ തിരുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനയിൽ കർത്താവേ സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവച്ച ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം കർത്താവേ, ഈ രാത്രിയിൽ പ്രിയ ജോയ് സാംസൺ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഏറിയ നാളുകളായി കർത്താവേ കണ്ണൂർ താനായിരിക്കുന്നു. അനുഗ്രഹ ശുശ്രൂഷകളെ ഈ കാലഘട്ടങ്ങളിൽ എന്റെ ദാസരുടെ ദൈവം ചെയ്തെടുക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തങ്ങളുടേതായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിൽ കർത്താവേ സ്വന്തമായിട്ട് ഹല്ലേലൂയ ഒരു ആരാധനാലയത്തിനും അതിനുള്ളതായിരിക്കുന്ന സ്ഥലത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവമായ കർത്താവിന്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് രാത്രി നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ, തങ്ങൾ കർത്താവെ വാങ്ങിച്ചതായ ഹല്ലേലൂയ ഭവനത്തിന്റെ അറ്റകുറ്റ പണികൾ നടത്തുവാൻ ഹല്ലേലൂയ അതേകമായി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെയും ഈ ദിവസം ദൈവം കൊടുക്കുന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ദീർഘനാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ദാസിന് വേണ്ടി കർത്താവ് ഇത് സഫലമാക്കി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ വിശാലതയിലേക്ക് ഞങ്ങൾ വരുത്തിയ ദൈവത്തിന് ഈ രാത്രി ഞങ്ങൾ എല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രിയിൽ ഈ സഭായോഗത്തിൽ സംബന്ധിപ്പാൻ ദൈവദാസിനെ കുടുംബമായി അവിടുന്ന് ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇനിയും കർത്താവെ, ചില ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുവാനുണ്ട്. വിശാലമരിക്കുന്ന ഒരു ആരാധനാലയം അവിടെ പണിയുവാൻ, മറ്റു ചില ക്രമീകരണം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം വഴികളെ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുകയും ഞങ്ങൾ ഇന്ന് രാത്രി അത് ഏറ്റുപറയുകയും ചെയ്യുന്ന കർത്താവെ, അതിവേഗത്തിൽ ചില വിശാലതകൾ കർത്താവെ ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷകൾക്ക് മറ്റു ചില ക്രമീകരണങ്ങൾക്ക് ദൈവം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ദിവസം മാനിച്ചാട്ടെ, വേല വിശാലമാകുവാൻ, ആത്മാക്കൾ കടന്നു വരുവാനൊക്കെ ദൈവം സഹായിച്ചാട്ടെ. അതുപോലെ തന്നെ കർത്താവെ, പ്രിയ ജോയ് ശമുവേൽ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവെ ശാരീരമായ പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇടവന്നു. കർത്താവെ, നമ്മുടെ ദാസിയും കർത്താവെ വളരെ ശാരീരമായ ക്ഷീണങ്ങൾ, കാലിന്റെ വേദനയിലൊക്കെ ഭാരപ്പെടുന്നു. സൗഖ്യമാക്കുന്നതിന്റെ ദൈവത്തിന്റെ കരം നമ്മുടെ ദാസിയുടെ മേൽ നീട്ടണമേ. നമ്മുടെ ദാസിന്റെ മേൽ കർത്താവ് അത്ഭുതമായി വെളിപ്പെടുത്തണമേ. ഇരുവരും ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം തന്റെ ദാസന്റെയും കുടുംബത്തിന്റെയും കൂടി ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഏൽപ്പിച്ച സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിയുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രതിയാൽ കർത്താവെ, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ശനിയാഴ്ച മാസയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആത്മീയ അനുഗ്രഹം കർത്താവ് ആ മാസയോഗത്തിലൂടെ സഭകൾ അനുഭവിപ്പാൻ, ദൈവജനം അനുഭവിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷകളെ അവരുടേതായ പ്രവർത്തന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ട് അത്ഭുതകരമായിരിക്കുന്ന വിടുതലും മറുപടിയും അനുഗ്രഹവും നൽകിയതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് 2 വിഷയങ്ങൾ പറയുകയാണ് കർത്താവിന്റെ ദാസൻ. സ്തോത്രം, ജോയ് ശമുവേൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബേബി പാസ്റ്റർ മുണ്ടക്കയത്തുള്ള കർത്തൃദാസന്റെ സാക്ഷ്യം കേട്ടല്ലോ. നട്ടലിനും ഡിസ്കിനും തേയ്മാനമായി ഇടത്തെ കാലിന് വേദനയാൽ വളരെ ഭാരപ്പെടുന്നു. ആ ദാസൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ശാരീരിക സ്ഥിതിയിൽ ഒരത്ഭുത വിടുതൽ
ഇന്ന് രാത്രി ദൈവം നൽകുവാൻ ശക്തമായി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ജേസൺ പാസ്റ്റർ ഓർപ്പിച്ച വിഷയം കേട്ടല്ലോ. കഴിഞ്ഞ ആഴ്ച സൗഖ്യമില്ലാതെ വളരെ ഭാരപ്പെട്ടു. നാം ആരാധനയിൽ ആ കുടുംബത്തിന് വേണ്ടി ശക്തിയായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദാസന് വിടുതൽ കൊടുത്തു. ദാസിക്ക് അല്പമായ ക്ഷീണങ്ങളും ക്ലേശങ്ങളും ഉണ്ട്. എല്ലാ ക്ഷീണങ്ങളും വിട്ടുമാറട്ടെ. സഭയുടെ പ്രവർത്തനങ്ങൾ, പുതിയ ആത്മാക്കൾ വരുവാൻ, ആ നിലകളിൽ ദൈവദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. രണ്ട് വിഷയങ്ങൾ: ബേബി പാസ്റ്ററുടെ ശാരീരിക ക്ഷീണങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ, അത്ഭുതം ദൈവം ചെയ്യുവാൻ, ജേസൺ പാസ്റ്ററുടെ കുടുംബമായി അദാസിയുടെ പൂർണ്ണ വിടുതലിനും സഭയുടെ വിടുതലിനും വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ജോയ് പാസ്റ്റർ പോയോ? കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നട്ടലിനും ഡിസ്കിനും തേയ്മാനം സംഭവിച്ചിടതുകാലിന് വേദനയാൽ ഭാരപ്പെടുന്ന നിരദാസനെ അവരുടെ ആത്മാവിന്റെ ശക്തി അയച്ച് സൗഖ്യമാക്കണം കർത്താവേ. ഓടി നടന്ന് നിന്റെ വേല ചെയ്യുവാൻ നിരദാസനെ വരും ദിവസങ്ങളിൽ ശക്തീകരിച്ച് കുടുംബമായി മാനിച്ച് അവിടുന്ന് ഉയർത്തിയാട്ടെ അങ്ങോട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജേസൺ പാസ്റ്റർക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ആമേൻ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടു. ദാസി സൗഖ്യമില്ലാതിരിക്കുന്നു. തന്റെ ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ. ഇന്ന് രാത്രി സൗഖ്യമാക്കണമേ. കുഞ്ഞുങ്ങളെ ഓർക്കണമേ, സഭയെ ഓർക്കണമേ, ആത്മാക്കളെ കൊടുക്കണമേ. വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. ഓ, വയനാട് പ്രദേശങ്ങളിൽ ആമേൻ നിർദാസന്റെ ആ ദേശങ്ങളിൽ അത്ഭുതം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത രണ്ട് വിഷയങ്ങൾ പെട്ടെന്ന് പറയുന്നു. വചന ശുശ്രൂഷയ്ക്ക് അവസരം വേണമല്ലോ. ഡേവിസൺ പാസ്റ്റർ പറഞ്ഞ വിഷയം നാം എല്ലാം കേട്ടു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയിലെ റൂബി എന്ന ദൈവദാസി ബ്രസ്റ്റ് ക്യാൻസറിനാൽ ഓപ്പറേഷൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച ചെക്കപ്പ് നടക്കുന്നു. ആ ദാസിക്ക് പൂർണ്ണമായൊരു വിടുതൽ ഉണ്ടാകണം. അത്ഭുതം ദൈവം ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ തന്നെ വൈക്കത്തുള്ള കർത്തദാസൻ ലേശന്റെ 13 വയസ്സുള്ള ആ കുഞ്ഞ് ഫിക്സ് വന്നത് പരിശോധിച്ചപ്പോൾ ട്യൂമർ ആണെന്ന് അറിയുകയും കാരിത്താസിൽ വ്യാഴാഴ്ച ഒരു ഓപ്പറേഷൻ നടത്തും. ഈ രണ്ട് വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടണം. ദൈവ പ്രവൃത്തി വെളിപ്പെടണം. കേട്ടല്ലോ. ആമേൻ. ദൈവദാസൻ ഡേവിസൺ പാസ്റ്ററെയും കുടുംബത്തെയും നമുക്ക് ആ കൂടെ ഓർത്ത് പ്രാർത്ഥനയിൽ ആ വിഷയത്തെ ഏൽപ്പിക്കാം. അപ്പോൾ തന്നെ ബീന സിസ്റ്റർക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. കഴിഞ്ഞ ആഴ്ച വളരെ പ്രയാസം അനുഭവിച്ചു. വൊമിറ്റിംഗ് ഒരാഴ്ച നിന്നു. പനിയാൽ ഭാരപ്പെട്ടു. ഇപ്പോൾ ആശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ വിടുതൽ. ക്ഷീണമെല്ലാം മാറി ജോലിക്ക് പോകത്തക്ക നിലയിൽ. അപ്പൊ തന്നെ തെലങ്കാനയിലെ പ്രയർ സെല്ല് ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ ദൈവദാസൻ ഡേവിസൺ പാസ്റ്റർ പറഞ്ഞ രണ്ട് വിഷയവും ബീന സിസ്റ്ററിന്റെ വിഷയവും ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയ് ശമേൽ പാസ്റ്റർ ഈ രണ്ട് വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെന്ന് കരുതുന്നു. സ്തോത്രം. ഡേവിസൺ പാസ്റ്റർ പറഞ്ഞ റൂബി എന്ന് പറയുന്ന ദൈവദാസിയുടെ വിഷയം, 13 വയസ്സുള്ള ആ കുഞ്ഞിന്റെ ട്യൂമറാൽ അടുത്ത ദിവസം ഓപ്പറേഷൻ നടക്കുന്ന ആ കുഞ്ഞിന്റെ വിടുതൽ, ബീന സിസ്റ്ററിന്റെ പൂർണ്ണ സൗഖ്യം. പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നെറ്റ് കട്ടായി പോയത് കൊണ്ട് ഞാൻ എല്ലാം കേട്ടില്ല. പെട്ടെന്ന് എന്റെ നെറ്റ് കട്ടായി പോയിരുന്നു. അത് ഭാഷ പറഞ്ഞ വിഷയം ഞാൻ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ആ വിഷയത്തിലൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഏറെ സംബന്ധിപ്പാൻ ദൈവം കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേക ജീവിതങ്ങൾക്ക് ഈ സന്ധ്യയിൽ കർത്താവേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകി തന്ന ആരോഗ്യത്തിനും ബലത്തിനും സൗഖ്യത്തിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ശാരീരികമായ സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട അവയെ ഭവനങ്ങളിലെ ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നു. സഹായിക്കണമേ. നൽകുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു. പ്രതികാൾ കർത്താവദാസൻ ഡേവിസൺ പാസ്റ്റർ പറഞ്ഞ വിഷയത്തെ ദൈവദാസി ശാരീരിക പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു. ആമേൻ. കർത്താവേ, ഹല്ലേലൂയ. തന്റെ ശരീരത്തിലൊട്ടുന്നതായ ആ രോഗത്തിന്റെ ബന്ധനങ്ങളെ കർത്താവ് നിർവീര്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പറകളാണ് നിങ്ങൾക്ക് സൗഖ്യം നൽകത്തന്നിരിക്കുന്നു എന്നുള്ള ആ തിരുവെഴുത തന്റെ ജീവിതത്തിൽ ആമേൻ നിർത്തമാകുവാൻ വേണം ദൈവം പ്രവർത്തിക്കുമാറാകണം എന്നിളഞ്ഞോട് പ്രാർത്ഥിക്കുന്നു.
നന്ദിയോടെ സ്തോത്രം. ആമേൻ. അത്ഭുതമായ വിടുതൽ ആമേൻ എന്ന് കേൾക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പുറമേയുള്ള അവയവങ്ങളെ ആന്തരിക അവയവങ്ങളെല്ലാം ഇവരെങ്കിലും ഏൽപ്പിക്കുന്നു. ദൈവശക്തിയെ വ്യാപരിക്കണമേ കർത്താവേ. പ്രതികാൽ യഥാസൃഷ്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ആമയെ പ്രയാസങ്ങൾ കൂടെ പ്രസിദ്ധിയിൽ കൂടെ കടന്നു പോകുന്നുവല്ലോ. അത്ഭുതമായ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേത്തോടെ ബലത്തോടെ ഏറെ പ്രത്യാശയോടെ കർത്താവേ നിലകൊള്ളായിരിക്കാൻ ദൈവം കൃപ ചെയ്യണമേ എന്നിറങ്ങിയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ പറഞ്ഞ ആ വിഷയത്തെ കർത്താവിന്റെ കരുത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവൃത്തി ഇവരുടെ പേര് വ്യാപരിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്വോത്രം ചെയ്തോട്ടെ. സ്വോത്രം, 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 സ്വോത്രം. സമയത്തിന്റെ പരിമിതി നമുക്കുണ്ട്. ഒത്തിരി സമയം മുൻപോട്ട് പോയി. കർത്തൃദാസൻ നമ്മുടെ സ്റ്റീവൻ പാസ്റ്റർ ആണല്ലോ ഇന്ന് വചനം സൃഷ്ടിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റിന്റെ അനുഗ്രഹീതമായ ഒരു നന്ദിയുടെ പാട്ട് നമുക്ക് കേൾക്കാനിടയായി. നാം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എപ്പോഴും പ്രാർത്ഥന ഓർക്കുന്നതാണ്. സ്തോത്രം. നിരന്തരം ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വിട്ടുപോകാതെ നമ്മുടെ ഭവന പ്രാർത്ഥനയിലും വീട്ടിലുള്ള പ്രാർത്ഥനയിലും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രസിഡന്റിനെയും കുടുംബത്തെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഓർപ്പിക്കുന്നു. തുടർന്ന് സമയത്തിന്റെ പരിമിതി കൊണ്ട് കർത്തൃദാസന് വചന ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ സ്റ്റീവൻ കർത്തൃദാസൻ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആണല്ലോ. തുടർന്ന് അദ്ദേഹം നമ്മുടെ ദൈവത്തിൽ നിന്ന് സംസാരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവം നമ്മോട് സംസാരിക്കും. സ്വോത്രം, സ്വോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വർഷിപ്പിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, നമ്മുടെ മിനിസ്ട്രിയുടെ ജോയിന്റ് സെക്രട്ടറി ജോസഫ് ചാക്കോ പാസ്റ്റർ, അതുപോലെ നമ്മുടെ മിനിസ്ട്രിയുടെ ചെയർമാൻ തോമസ് ചെറിയാനങ്ങളെ, മേരിക്കുട്ടി ആന്റി, വാത്സല്യ മാതാവ്, വാത്സല്യ ഭവനം, അതുപോലെ സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവദാസിദാസന്മാർ, സാക്ഷ്യങ്ങൾ പറഞ്ഞവർ, അനുഗ്രഹീതമായ ദൈവിക ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരന്മാർ, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. തിരുവേദത്തിൻ പൊരുളേ മമ ഗുരുവായ മഹേശജനേ, തിരുവേദത്തിൻ പൊരുളേ മമ ഗുരുവായ മഹേശജനേ, അരുളേണമീ സമയം തവ പര അമൃതമാം വചനം, അരുളേണമീ സമയം തവ പര അമൃതമാം വചനം. പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രേ എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ദൈവവചന ഭാഗത്തിന് പ്രസംഗിക്കാൻ ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശക്തമായ ദൈവവചനം പറയുവാൻ അടിയനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. കേൾക്കുന്ന ദൈവജനത്തിന് അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ഈ വേദഭാഗം നമുക്ക് ലഭിച്ചത്. പ്രൈസ് ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കറിയാം രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഓരോ വാക്കുകളും അത് ശക്തമായ നിലയിൽ ഹല്ലേലൂയ അധികാരത്തോടെയാണ്. അതുകൊണ്ടാണ് യഹൂദന്മാര് പറഞ്ഞ അവൻ അധികാരം മറ്റുള്ളവരെ പോലെ അല്ല, ഇവൻ സംസാരിക്കുന്ന അധികാരമുള്ളവനെ പോലെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഗിരി പ്രഭാഷണങ്ങളൊക്കെ ഇന്നും ലോകത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന. പ്രൈസ് ലോർഡ്. കാരണം അവൻ അതിന്റെ അധികാരത്തോടെയാണ് കാര്യങ്ങൾ പറയുന്നത്. പ്രൈസ് ലോർഡ്. സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചുവിടാം. നമുക്കറിയാം ഈ വേദഭാഗത്തിന്റെ സാഹചര്യം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേദിവസം ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. തന്റെ ഏറ്റവും വിശ്വസ്തരായ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോവിനെയും യോഹന്നാനുമായിട്ട് താൻ ഗത്സമന തോട്ടത്തിൽ പ്രാണവേദനയോടെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ താൻ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാമെങ്കിൽ
കർത്താവ് പ്രാണവേദനയോടെ പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ഇവർ 3 പേരും ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച് ശക്തമായി നിലനിൽക്കും. ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് വരെ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ലോക ജീവിതത്തിൽ ഇങ്ങനെ ഉറങ്ങുന്നവരായി തീർന്നാൽ ഉണർന്നിരിക്കുന്നവരായി നിങ്ങൾ മാറണം. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും ഒക്കെ നിറഞ്ഞാണ് ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു ജാഗരൂപരായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ഇടയാകും. ശത്രു നമ്മളെ പരാജയപ്പെടുത്തുവാൻ ഇടയാകും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിപ്പീൻ, പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാരണം ആത്മാ ഒരുക്കമാണ്. നമുക്കെല്ലാം എന്ത് ചെയ്യാൻ തയ്യാറാണ്. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ 2023 ഡിസംബറിൽ നമ്മൾ സാക്ഷ്യം പറഞ്ഞു, ഈ വർഷം നമ്മൾ അങ്ങ് ഇറങ്ങുവാന്നാ പറഞ്ഞത് ക്രിസ്തുവിന് വേണ്ടി. പക്ഷെ ഇറങ്ങിയവർ പലരും ഇന്നും ഉറങ്ങുവാണ്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ശക്തമായി ഇറങ്ങണം. ജഡത്തിന്റെ ആ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ജഡത്തിന്റെ ആ ബലഹീനതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്മാവിൽ ഒരുക്കമുള്ളവരായി നാം ഇറങ്ങിപ്പോകണം. കാരണം ഈ പരീക്ഷണങ്ങളിൽ അതിജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമുക്ക് പോകുവാൻ സാധിക്കത്തില്ല. ക്രിസ്തുവും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷണത്തിലൂടെയാണ് കടന്നുപോയത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണും, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ നടത്തിയത് ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ നടത്തുന്നതും ആത്മാവാണ്. അതുകൊണ്ട് ആ പൗലോസ് എഫേസ്യ ലേഖനത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുന്ന, നാം ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിലൊക്കെ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, കർത്താവിടെ പരീക്ഷിക്കണം. 3 പരീക്ഷണങ്ങളാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടും. ഒന്ന്, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം തനിക്ക് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്ത വന്നു പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അവിടെയും ദൈവം എന്തുകൊണ്ടാണ്? വചനം കൊണ്ടാണ് പിശാചിനെ നേടിയത്. പിശാചിനെ പരാജയപ്പെടുത്തിയത് വചനം ഉപയോഗിച്ചുകൊണ്ടാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. തിരുവെഴുത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് പിശാചിന്റെ ആദ്യത്തെ തന്ത്രത്തിൽ നിന്ന് തന്നെ വിജയിക്കുവാനായിട്ട് ഇടയായി. പിശാച് ഉദ്ദേശിച്ച് ഇവൻ ദൈവപുത്രനാണ്, പിശാചിന്റെ വശപ്പടക്കാനാണ് പിശാച് വന്നത്. അപ്പമായി കഴിഞ്ഞാൽ അവനോട് കഴിക്കാമല്ലോ എന്നാണ്. ആ തന്ത്രം മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കൂ എന്ന് പറഞ്ഞ് അവനോട് പരാജയപ്പെടുത്തുവാൻ ഇടയായി. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടേ, നമ്മുടെ വീക്ക്നെസ് ആണ് പിശാച് കയറി പിടിക്കുന്നത്. 40 ദിവസത്തെ കഠിന ഉപവാസത്തിന് ശേഷം വരുന്നവൻ വളരെ വിശപ്പോട് കൂടിയായിരിക്കണം. അവൻ ആ വിശപ്പിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടാണ് പരീക്ഷിക്കാൻ ചെന്നത്. പക്ഷെ കർത്താവ് ആയതുകൊണ്ട് ആ പരീക്ഷണത്തിൽ വിജയിക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തി. ദൈവം വചനം പറഞ്ഞ് പിശാചിനെ ജയിച്ചപ്പോൾ അടുത്ത പിശാച് വചനം പറഞ്ഞാണ് വീണ്ടും ദൈവത്തെ പരീക്ഷിക്കുന്നത്. നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളു. അവിടെ പിശാച് വചനം പറഞ്ഞ് പരീക്ഷിക്കാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ പല വചനവും കേട്ടാൽ ഈ വചനം എങ്ങനെയുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വചനം പറഞ്ഞ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വീണ്ടും വചനം പറഞ്ഞ് ആ വചനത്തിന്, പിശാചിന്റെ വചനത്തിനെ എതിർത്തുകൊണ്ട്, ആ സത്യവചനമാണെങ്കിലും അവന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട്, അവന്റെ ഉദ്ദേശശുദ്ധി ഇല്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വീണ്ടും വചനം പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വീണ്ടും പരീക്ഷയിൽ ജയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സകല ലോകത്തെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ലോകവും അതിന്റെ പൂർണ്ണതയും സകല സൃഷ്ടിയും സൃഷ്ടിച്ചവനായ ദൈവത്തോട് സാത്താൻ വന്ന് പറയാണ്, ഇതെല്ലാം എന്റെയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാം. അപ്പൊ യാതൊന്നും പറഞ്ഞ് വശീകരിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് പിശാച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവൻ വന്ന് പറയാണ്, ദൈവത്തിന്റെ സ്വന്തമായ വസ്തുക്കളെല്ലാം പിശാചിനെ വീണ് നമസ്കരിച്ചാൽ നിനക്ക് തരാം. നമ്മൾ പലപ്പോഴും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ ലോകമോഹങ്ങൾ കണ്ടുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ എന്താന്ന് ഗ്രഹിക്കാതെ നമ്മുടെ അവകാശത്തിൽ വന്ന് അത് നിനക്ക് തരാമെന്ന് പറയുമ്പോൾ നമ്മളതിൽ
വഴിപ്പെട്ടു പോകാനായിട്ട് ഇടയാകും, നമ്മൾ അതിൽ ആകൃഷ്ടരാകുവാനായിട്ട് ഇടയാകും. എന്നാൽ സത്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവം അവിടെയും വചനം പറഞ്ഞുകൊണ്ടാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ, ദൈവത്തെ മാത്രമേ സ്തുതിക്കാവുള്ളൂ. താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരാകരുത്. ഈ ലോകത്തിൽ എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞാലും ദൈവത്തെ നിന്ദിക്കുന്നവരാകരുത്. സാത്താന്റെ തന്ത്രങ്ങളിൽ നമ്മൾ അകപ്പെടുന്നവരാകരുത്. നമ്മൾ പരീക്ഷയിൽ നമ്മൾ ജയിക്കുന്നവരാകണം. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് കാണുന്നേ, സാത്താൻ അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നേ, അപ്പോൾ ദൂതന്മാർ അടുക്കൽ വന്നവനെ ശുശ്രൂഷിച്ചു. പ്രൈസ് ലോർഡ്. സാത്താൻ ഇന്ന് പലരെ ചുറ്റും നിൽക്കുന്നതുകൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ദൈവജനത്തിന്റെ ചുറ്റും ഇപ്പൊ സാത്താൻ നിൽക്കുക, നമ്മളത് തിരിച്ചറിയുന്നില്ല. ദൂതന്മാർക്ക് അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. എന്നാൽ സാത്താൻ വിട്ടുപോയപ്പോൾ ആത്മാക്കൾ വന്ന്, ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആത്മനിറവുള്ളവരായിരിക്കണം, വചന നിറവുള്ളവരായിരിക്കണം. വചനം എപ്പോഴും നമ്മൾ വചനം ധ്യാനിക്കുന്നവരായിരിക്കണം. വചനം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ ഈ വിശുദ്ധ വേദപുസ്തകം നമ്മൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് നമുക്കുള്ള മറുപടി എവിടെയെങ്കിലും ഒരു വാക്യം നമുക്ക് കണ്ടിരിക്കും. പ്രൈസ് ലോർഡ്. നമ്മൾ ഭാരത്തോടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വേദപുസ്തകം തുറന്നു നോക്കിയാൽ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 36:14 പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇലയില്ലാതിരിക്കയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അതുകൊണ്ട് യഹോവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അന്വേഷിച്ച് വായിക്കണം, ശ്രദ്ധയോടെ വായിക്കണം. ശ്രദ്ധയോടെ വായിച്ചാൽ ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. നിന്റെ പ്രശ്നത്തിന് പരിഹാരമുള്ള ഒരു വാക്യം അതിനകത്ത് കാണും. നിന്നെ ജീവിപ്പിക്കുന്ന ഒരു വാക്യം അതിനകത്ത് കാണും. ഹല്ലേലൂയ. ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. യഹോവയുടെ ആത്മാവല്ലോ കൂട്ടിവരുത്തിയത്, അവന്റെ വായല്ലോ കൽപ്പിച്ചത്. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തുകൾ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് പല കാലങ്ങളിൽ പലയിടത്തിൽ വെച്ച് തോൾച്ചുരുളുകളിലും പല രീതികളിലും ഒക്കെ എഴുതി വെച്ചത് പല ആളുകൾ പല സ്ഥലത്തുനിന്ന് കണ്ടെടുത്തുകൊണ്ടു ഇതെല്ലാം കൂട്ടി വരുത്തി ഇന്ന് ഈ വിശുദ്ധ വേദപുസ്തകമായി 66 പുസ്തകമായി നമ്മുടെ കയ്യിൽ ലഭിച്ചത് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിവരുത്തിയതാണ്. ഹല്ലേലൂയ. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. ദൈവത്തിന്റെ വചനങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണെന്ന് പറയുവാനിടയായി. അതുകൊണ്ട് ഈ ദൈവവചനം നമ്മൾ ധ്യാനിച്ചാൽ, നിത്യം നമ്മൾ വായിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് സാത്താന്യ ശക്തികളെ ജയിക്കുവാൻ സാധിക്കും. നമ്മുടെ ആധാരം വിശുദ്ധ വേദപുസ്തകമാണ്, തിരുവചനമാണ്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനമായിരിക്കണം, ഈ വേദപുസ്തകമായിരിക്കണം നമ്മുടെ ആധാരം. പലരും ആധാരം സൂക്ഷിക്കുന്ന പോലാണ് വേദപുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. വെളിയിലെടുക്കത്തില്ല, പാത്ത് വെച്ചിരിക്കുക, ആധാരമായിട്ട് വെച്ചിരിക്കുക. പ്രൈസ് ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ തലക്കെട്ട് വെക്കാനും ഒക്കെ മാത്രം എടുക്കുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്. ചിലര് ഞായറാഴ്ച വന്ന് മേശപ്പുറത്ത് വെക്കും. മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞേച്ച് പറയും കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകും, പിന്നെ അടുത്ത ആഴ്ച എടുക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. എന്നാൽ ഈ വചനം നമ്മൾ എപ്പോഴും എടുക്കണം. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ജീവനെ മാറ്റിമറിക്കുന്നതാണ്, നിത്യജീവനെ നൽകുന്ന. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ. ഈ നിത്യജീവന്റെ മൊഴികൾ നമ്മൾ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. നമ്മൾ ഈ 2024 2-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യത്തെ ഞായറാഴ്ചയാണ്. സമയം വേഗത്തിൽ ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളണം. പ്രൈസ് ലോർഡ്. വേദപുസ്തകം വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് വിശുദ്ധന്മാരായ പലരും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഉടയവൻ ഉലകിന് ഉയിരായി ഉയർത്തിയ ഉത്കൃഷ്ട ഗ്രന്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ഏകരക്ഷകനെ ഏവം വിധം ഏവനും ഏറ്റുകൊള്ളുവാൻ ഉപകരിക്കുന്ന ഏക ഗ്രന്ഥം. പ്രൈസ് ലോർഡ്. ഓതുവാനും ഓമനിക്കുവാനും ഓർക്കുവാനും ഓരോരുത്തർക്കുമുള്ള ഓഹരിയായ ഗ്രന്ഥം. ഒരു മനുഷ്യൻ ഇഹലോകത്തിലും പരലോകത്തിലും വാസം ചെയ്യുവാനുള്ള സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഇതിനെ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴി എന്ന് പറയുന്നത്, വിശുദ്ധ രേഖകൾ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തിരുവചനം എന്ന് പല പേരുകളിൽ പറഞ്ഞുകൊണ്ട്, ഓമന പേരുകളിൽ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ
തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനോട് കർത്താവ് വിളിച്ചു പറയുന്ന അതിന്റെ 51:21 ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകരെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്ന നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. എന്തുകൊണ്ടാണ് തലമുറ തലമുറയായി സങ്കേതമായി? തലമുറ തലമുറയായി ദൈവിക കൽപ്പനകൾ ദൈവവചനങ്ങൾ അവർ അനുസരിച്ച് വന്നുകൊണ്ടാണ് മോശയ്ക്ക് അങ്ങനെ പറയുവാനായിട്ട് സാധിച്ച. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ദൈവത്തെ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ദൈവിക ന്യായപ്രമാണങ്ങൾ, ദൈവിക കൽപ്പനകൾ, ദൈവിക വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിന്നുകൊണ്ടാണ് അവർക്ക് അങ്ങനെ മോശയ്ക്ക് പറയുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനം നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും മാറിപ്പോകല്ലേ. പ്രൈസ് ലോർഡ്. നമ്മൾ നമ്മുടെ സന്തതികളെ, തലമുറകളെ നമ്മൾ വേദോസം വായിക്കാൻ പഠിപ്പിക്കണം. ദൈവവചനം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഈ ലോകത്തിലും പരലോകത്തിലും ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു പുസ്തകമായി വേദപുസ്തകം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം മാത്രം വായിപ്പിച്ചാൽ പോരാ, ആദ്യം മുതൽ നമ്മൾ വായിപ്പിച്ച് പഠിപ്പിക്കണം. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഈ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം ലോക നേതാക്കന്മാരൊക്കെ ഈ വിശുദ്ധ വേദപുസ്തകം വായിച്ചാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ച്. നമ്മുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞെന്താ, മതം എന്ന പേരിന് അർഹതയുള്ള മതമുണ്ടെങ്കിൽ അത് ക്രിസ്തു മതം മാത്രമേ ഉള്ളെന്ന്. ഇത് വേദപുസ്തകം വായിച്ച അറിവിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹല്ലേലൂയ. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവിന്റെ എന്റെ സത്യാന്വേഷണങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിന്റെ 4 സുവിശേഷങ്ങൾ, പ്രത്യേക ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷങ്ങൾ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിന് അത് പുതിയൊരു ഉണർവേകിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ അഹിംസാവാദം ഉപയോഗിച്ചു കൊണ്ടാണ് ഈ മഹാഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ഗാന്ധിജിയെ സഹായിച്ച ഈ വേദപുസ്തകമാണ് അതിനടിസ്ഥാനം. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, ഹല്ലേലൂയ, മുമ്പേ ദേവദാസൻ പറഞ്ഞതുപോലെ പഞ്ചസാര എന്ന് എഴുതിയിട്ട് നക്കി നോക്കിയാൽ ഒരിക്കലും മധുരം കിട്ടത്തില്ല. അതിന് പഞ്ചസാര തന്നെ വേണം. ഹല്ലേലൂയ. ഞാൻ ആത്മീയനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, ആത്മീയനായിരിക്കണം. കർത്താവ് പറഞ്ഞ പോലെ ആത്മാവ് ഒരുക്കമെങ്കിലും ജഡം പലരുടെ ഇന്ന് ബലഹീനമാണ്. എല്ലാം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ശാരീരിക ബലഹീനത. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ അപ്പുറത്തുള്ളവന് 2 നിലയുണ്ട്, ഇപ്പുറത്തുള്ളവന് ലോറിയുണ്ട്, കാറുണ്ട്. ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബലഹീന. ഇത്രയും നാൾ ഞാൻ നടന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എന്നാൽ ദൈവത്തിന് ഒരു മനുഷ്യനെ ദൃഷ്ടിയിൽ പ്രസാദം തോന്നിയാൽ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നാത്തവണ്ണമുള്ള അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സഹായിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുതായിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ വചനത്തിൽ, ദൈവത്തിന്റെ തിരുവചനത്തിൽ നമ്മൾ ആത്മീയമായി ഉണരണം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയമായി പുതു ചൈതന്യം നമുക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ മായമില്ലാത്ത വചനമെന്ന മായമില്ലാത്ത പാല് നമ്മൾ കുടിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നിനക്ക് പുഷ്ടി ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ അപ്പുറത്തുള്ള 2 നിലക്കാരനെ നോക്കാതെ ചേരികളിൽ താമസിക്കുന്നവരെ നോക്കൂ. അവിടെ നോക്കുമ്പോഴാണ് നമ്മൾ എത്ര ഉയർന്ന ജീവിതത്തിലാണ് കഴിഞ്ഞുകൂടുന്നെന്ന് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ മറ്റുള്ളവനെ, നമുക്ക് മേലുള്ളവനെ നോക്കാതെ നമുക്ക് ചുറ്റുമുള്ള താഴേക്കിടയിലുള്ളവരെ നോക്കിയാൽ നമ്മുടെ ഉയർച്ച നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നമുക്കറിയാം, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ ദൈവിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും ദൈവിക വചനം ധ്യാനിച്ചുകൊണ്ടും അവർ ആ 40 വർഷക്കാലം മുന്നോട്ട് നീങ്ങി. ദൈവത്തിനെതിരായിട്ട് നിന്നവർ എല്ലാം മരുഭൂമിയിൽ പെട്ടുപോകുവാൻ ഇടയായപ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവരെ വാഗ്ദത്ത കനാൻ ദേശത്ത് കൃത്യമായി എത്തിക്കുവാൻ സാധിച്ചു. അവരുടെ ആദ്യത്തെ നായകനായ മോശയുടെ മരണശേഷം യോശുവയെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പകച്ചു നിൽക്കുന്ന യോശുവയോട് പറയുകയാണ്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുവനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടുതൽ എന്ത് ഉറപ്പാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കിട്ടണം? നിന്റെ ജീവകാലത്തൊക്കെയും ഒരുവനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അവർ ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോയപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 44-ന്റെ 3-ാം വാക്യം പറയുന്നു, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലം കൈയും നിന്റെ ഭുജവും
നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്കവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, ദൈവവചനം ധ്യാനിക്കുന്നവൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവനോട് ദൈവത്തിന് എപ്പോഴും പ്രീതി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അമാര്യ രാജാവായ സീഹോനെയും ബാശാൻ രാജാവ് ഓഗിനെയൊക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയത് ദൈവത്തിന് അവരോട് പ്രീതി ഉണ്ടായിരുന്നുകൊണ്ടാണ്. ദൈവത്തിന്റെ ഭുജം അവർക്ക് അനുകൂലമായതുകൊണ്ടാണ്. ദൈവത്തിന്റെ മുഖപ്രകാശം അവരുടെ മേൽ ഉള്ളത് കൊണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ മുഖപ്രകാശം എന്റെയും നിങ്ങളുടെ മേൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രീതി എന്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടോ എന്ന് നാം ഈ രാത്രികാലം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കർത്താവ് പറഞ്ഞ എന്താ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഈ 2024 കടന്നു വന്നപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണർന്നിരിക്കേണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒന്നാമതായി പറയുന്നു, കള്ളപ്രവാചകന്മാരിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. 1 യോഹന്നാൻ 4:1 മുതലുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതെന്ന് ശോധന ചെയ്ത് ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഒരു ദൂത് കേട്ടാൽ നമുക്ക് വിവേചിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവ് വേണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവുള്ളവനെ വിവേചിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവൻ പരീക്ഷയിൽ അകപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ആ വിവേചിച്ചു കഴിഞ്ഞാൽ ഏത് ആത്മാവിനുള്ളതെന്നറിയ. യേശു ക്രിസ്തു ജഡത്തിൽ നിന്ന് വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ആത്മാവോ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. വചനമൊന്നും നമ്മൾ അനുസരിക്കേണ്ടെന്ന് പറയുന്ന ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് ദൈവത്തിൽ നിന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നാം എന്തിനാണ് ഉണർന്നിരിക്കേണ്ടത്? ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വൻകാറ്റുണ്ട്, തിരമാലകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പടക് ആടി ഉലയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസം നിലനിൽക്കേണ്ടതിനെ ഉണർന്നിരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം, നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുള്ളൂ. നിസ്സാര കാര്യങ്ങൾക്ക് പതറിപ്പോയാൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തോറ്റു പിൻവാങ്ങുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. പുരുഷത്വം കാണിക്കണം. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ ജീവിത രീതി കാണിക്കണം, ആ ധൈര്യം നമ്മൾ കാണിക്കണം. ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. ക്രിസ്തീയ സുവിശേഷ വേല ചെയ്യുവാൻ നമ്മൾ ശക്തിയുള്ളവരായിരിക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സ്നേഹത്തിൽ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര അനുഗ്രഹമുള്ള, എത്ര കൃപാവാരങ്ങൾ ഉള്ളവരാണെങ്കിലും ചിലപ്പോൾ ചില ആളുകളുടെ ഒറ്റ വാക്കിൽ എല്ലാം തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. ഏത് സ്നേഹത്തിലാണ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. പല സഭകളിൽ ഇന്ന് സ്നേഹം കൂടിയിട്ട് സഭകളൊക്കെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. ആ സ്നേഹമല്ല, ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തു താണഭൂമിയിലേക്ക് സകല സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശ് മരണം സ്വീകരിച്ച ആ സ്നേഹം, മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടി താൻ അനുഭവിച്ച വേദന, ആ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവന് വേണ്ടി കഷ്ടപ്പെടുവാൻ, മറ്റുള്ളവന് വേണ്ടി നമ്മൾ ചുമല് കൊടുക്കുവാൻ തയ്യാറാകുന്നവരാകണം. അങ്ങനെ നമ്മൾ ഉണർന്നിരുന്നാൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സാക്ഷികളായി നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ഉണർന്നിരിക്കേണ്ട എന്താണ്? പ്രതിയോഗിയായ പിശാചിനെതിരെ നമ്മൾ ഉണർന്നിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 പത്രോസ് 5:8 പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം വന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ച് ചുറ്റി തിരഞ്ഞു നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിശാച് അവന്റെ പ്രവൃത്തി കൃത്യമായിട്ട് അവന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ എങ്ങനെ വഴിതെറ്റിക്കണമെന്ന് അവൻ ഊണില്ല, ഉറക്കമില്ലാതെ നടക്കുന്നു. എന്നാൽ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. നിർമ്മതരായിരിക്കും, നല്ല അഭിപ്രായമുള്ളവരായിരിക്കും അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവനെ കൊണ്ട് നല്ലവനെന്ന് പറയണം.
അവനൊരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് കേൾക്കുന്നവനും പറയണം. ഹല്ലേലൂയ, സ്തോത്രം. അവനൊരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതെ, അവനൊരു കറതീർന്ന വിശ്വാസിയാണെന്ന് പറയണം. നിർമ്മതരായിരിക്കണം, അപ്പോൾ തന്നെ ഉണർന്നിരിക്കും. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാതിരിക്കുക എന്നല്ല, ശ്രദ്ധയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അപ്പോൾ ആ വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അവൻ സിംഹമല്ല, പക്ഷെ അവൻ അലറുന്ന സിംഹം എന്ന പോലെ, അതായത് സിംഹത്തെ പോലെ അലറി നമ്മളെ ഭയപ്പെടുത്തുവാണ്. നമ്മൾ ഈ പൂച്ചയെ കണ്ടാലും പേടിക്കുന്നവൻ സിംഹത്തെ പോലെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പേടിക്കാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അലറുന്ന സിംഹം എന്ന പോലെ ദൈവമക്കളെ നമ്മൾ ഒന്നും വിചാരിക്കണം, അവൻ സിംഹമല്ല, അവൻ അഭിനയിക്കുവാണ്. സിംഹം എന്ന പോലെ അവൻ അലറി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. വിശ്വവേദപുസ്തകത്തിൽ 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യമുള്ളൂ, ഭയപ്പെടേണ്ട. അതായത് ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും നീ ഭയപ്പെടേണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. ഇച്ചിരി ദൈവസഭയെന്ന് ദൈവദാസനുമായിട്ട് ഉടക്കിയിട്ട് നിൽക്കുന്നവരെ അവൻ ഇങ്ങനെ നോട്ടം വിടും. അവൻ സഭയുടെ വെളിയിൽ എപ്പോഴും കൃത്യമായിട്ട് അവന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി നിൽക്കുക. അന്നേരം അവൻ പിടിച്ചുകൊണ്ട് പോയി അവന്റെ പക്ഷത്താക്കും. വിശ്വാസത്യാഗം ഉണ്ടാകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവൻ ചുറ്റി തിരിഞ്ഞ് എപ്പോഴും നടക്കും. അവന്റെ ഡ്യൂട്ടി അവൻ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ദൈവമക്കൾ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ പ്രാർത്ഥിക്കുക, പാടുക, ദൈവവചനം ധ്യാനിക്കുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. സുവിശേഷം പറയുക. ഹല്ലേലൂയ. മറ്റുള്ളവനോട് സ്നേഹത്തോടെ പെരുമാറുക, മറ്റുള്ളവന് സാന്ത്വനമേകുക. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി ഈ നാളുകളിൽ നമ്മൾ തീരേണ്ടതായിട്ടാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ എന്തിലാണ് ഉണർന്നിരിക്കേണ്ടത്? ദുരുപദേശത്തിനെതിരെ നമ്മൾ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 20:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണും: ഞാൻ പോയതിന് ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത പെരുത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പെരുത്ത ചെന്നായ്ക്കൂട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിന്റെ വേഷമായതുകൊണ്ട് നമ്മൾ പലരെയും തിരിച്ചറിയുന്നില്ല. ആമേൻ. അത് തിരിച്ചറിയണമെങ്കിൽ ആത്മീയ ദൃഷ്ടി നമ്മുടെ പ്രകാശിക്കണം. ആത്മീയ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ്, അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ മാത്രമേ ഈ ആട്ടിൻ തോലിട്ട ചെന്നായ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുള്ളൂ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവനായി. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ചാക്ക ഭാഷ 30 കുടുംബം ആരാധിച്ച സഭയിൽ ഇപ്പം 2 പേരുണ്ട്. വലിച്ചുകൊണ്ടുപോയി, ആത്മാവിൽ പുതുക്കം പ്രാപിച്ചവർ വലിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നാണ് ശരിക്കും വലിച്ചുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. ഇവന്റെ വാക്കുകൾ കേട്ട് വലിച്ചുകൊണ്ടുപോയി കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിശ്വാസത്യാഗം സംഭവിക്കും. തിരിച്ച് മറ്റേ സഭയിലോട്ട് ചെന്ന് അവിടെയും കയറുമല്ല. പിന്നെ എന്ത് ചെയ്യും? പഴയ സഭയിലോട്ടോ പഴയ മാർഗത്തിലോട്ടോ വീണ്ടും തിരിച്ചു പോകാൻ ഇടയായിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ശിഷ്യന്മാരെ വലിച്ചു കളയാണ്. ഈ വലിച്ചു കളയുന്നവരെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നു. ദൈവത്തിന് എതിരായിട്ടുള്ള ഉപദേശം പ്രഖ്യാപിക്കുന്നു. ഉപദേശം എന്ന് പറയുന്നത് അവരുടെ ദൈവവചനം തന്നെയാണ് പറയുന്നത്, അല്ലെ? ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് എന്ത് വേണേലും ചെയ്തോ, സിനിമ കണ്ടോ, മോഷ്ടിച്ചോ, പിടിച്ചു പറിച്ചോ, വ്യഭിചാരം ചെയ്തോ, വേദപുസ്തകത്തിലല്ലേ എഴുതിയിരിക്കുന്നേ? ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. അതിന്റെ യഥാർത്ഥ അർത്ഥം അവൻ അറിയാമെങ്കിലും അവൻ പറയത്തില്ല. അവന്റെ ഇഷ്ടം അനുസരിച്ച്. കാരണം പാസ്റ്ററിന്റെ സ്വഭാവം ആയതുകൊണ്ട്, പാസ്റ്റർ വിശ്വാസി ആ സ്വഭാവത്തിൽ നിന്നാലേ പാസ്റ്റർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ പറയാണ് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ അതിന്റെ അർത്ഥം അപ്പോസ്തലൻ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവും സ്വന്തം കർത്താവുമായി സ്വീകരിച്ചവൻ അതേ നിലയിൽ മുന്നോട്ട് പോയാൽ അവനൊരു ശിക്ഷാവിധി ഇല്ലെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് ഇനി എന്ത് തെറ്റ് കാണിച്ചാലും കർത്താവ് കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും വന്ന് ക്രൂശിൽ മരിക്കും എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കഷ്ടകാലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇനിയും ക്രൂശിൽ മരിക്കാൻ വരത്തില്ല. തനിക്ക് വേണ്ടി ജീവിക്കുന്നവരെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് ഇനി വരുന്നെന്നുള്ള സത്യം ഈ രാത്രികാലം നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ദൈവവചനം, ദൈവകൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഒരു വാക്യോടെ വായിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം.
സർദീസിലെ സഭയിലെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഹല്ലേലൂയ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയൊന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കേട്ട ദൈവവചനം, ദൈവത്തിന്റെ ഈ ലോകത്തെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു, ദൈവം ഈ ലോകത്ത് ജീവിച്ചത് എങ്ങനെയായിരുന്നു, അതെല്ലാം നീ ഇതുവരെ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നീ കാത്തുകൊള്ളണം, അതുപോലെ നീ ജീവിക്കണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുകയും ചെയ്യണം. അനുദിനം നീ പുതുക്കം പ്രാപിക്കണം. ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയോണ്ട് മാത്രം ഹല്ലേലൂയ സ്തോത്രം നീ പുതുക്കം പ്രാപിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അനുദിനം പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നാം അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അത് ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. അതുകൊണ്ട് ഈ നാഴികയിൽ നമുക്ക് ഉണരാം. ചാകാറായ ശേഷിപ്പുകളെ നമുക്കൊന്ന് ശക്തീകരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതം 2024 ഫെബ്രുവരിയിലെ ഹല്ലേലൂയ ആദ്യത്തെ ഞായറാഴ്ച മുതൽ വീണ്ടും നമുക്കൊന്ന് ഉണരാം. ഉണർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാം. പരീക്ഷയിൽ അകപ്പെടാതെ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ശക്തമായ നിലയിൽ ഹല്ലേലൂയ നമ്മുടെ അരുമനാഥനായ കർത്താവ് നമുക്ക് വേണ്ടി തന്ന ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം കൃത്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഹല്ലേലൂയ നാം ഓരോരുത്തരെയും നാളുകളിൽ ഒരുങ്ങുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ വിലയേറിയ സന്ദേശം കർത്താവിന്റെ ദാസനിലൂടെ ദൈവം നമ്മെ കേൾപ്പിച്ചല്ലോ. നാം ഉണർന്നിരിക്കേണ്ട ആവശ്യകത, ഈ ദിവസങ്ങളിൽ പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്നേ പറ്റൂ. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ശക്തിപ്പെടുവാൻ, സ്നേഹത്തിൽ ഒന്നിക്കുവാൻ പ്രതിയോഗിയായ പിശാചിന് നേരെ അലറുന്ന സിംഹം പോലെ നമുക്ക് നേരെ അത് കടന്നു വരുമ്പോ നാം ഉണർന്നേ പറ്റൂ. ദുരുപദേശത്തിന് നേരെ നാം ഉണർന്നേ പറ്റൂ. പ്രാപിച്ചതും കേട്ടതുമൊക്കെ ഓർത്ത് നമുക്കൊന്ന് മടങ്ങി വരാം, ഉണരാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വനത്തിന് മുൻപാകെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുകയാണ്. ഓ രക്തത്താൽ ക്ഷയം. നാം എത്രത്തോളം ഉണർവുള്ളവരായിരിക്കുന്നു. പലപ്പോഴും സ്തോത്രം ഉണർത്തിയിട്ടും ദൈവശബ്ദം കേട്ടിട്ടും ദൈവാലോചന തിരിച്ചറിഞ്ഞിട്ടും നാം മയങ്ങിയവരും ക്ഷീണിച്ചവരുമായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവശബ്ദം തന്റെ ദാസനിലൂടെ ദൈവം നമുക്ക് നൽകി. പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഈ ദിവസങ്ങളിൽ പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരിക്കും, വിശ്വാസത്തിൽ ശക്തിപ്പെടും. ഞാൻ ഈ ദിവസങ്ങളിൽ സ്നേഹത്തിൽ ആത്മീയമായി വളരും. പിശാചിനെതിരെ ഞാൻ പോരാടും. ദുരുപദേശത്തിനെതിരെ ഞാൻ നിലനിൽക്കും. ശക്തിയോടെ ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മെന്ററായിരിക്കുന്ന MS എബ്രഹാം പാസ്റ്റർ ഈ സൂമിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാസൻ തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. MS എബ്രഹാം പാസ്റ്റർ ഞാൻ ആശീർവദിക്കായി. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെയും ദൈവം അനുഗ്രഹിച്ചല്ലോ. തുറന്നു നമ്മെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നല്ല വചനങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വർഷിപ്പിനെ ദൈവം സൺഡേ വർഷിപ്പിനെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധന് നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ ഞായറാഴ്ചയുടെ കർത്താവെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ വർഷിപ്പ്, സൺഡേ വർഷിപ്പ് കർത്താവെ അനുഗ്രഹമായ നിലയിൽ നടക്കുവാൻ കർത്താവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. അധ്യക്ഷം വഹിച്ചതായിരിക്കുന്ന ജോസഫ് ചാക്കോ പാസ്റ്റർക്കായ സ്തോത്രം. എന്റെ ദാസനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ നല്ല ഗാനങ്ങൾ ആലപിച്ചതായിരിക്കുന്ന ഷാജി ജോസഫ് പാസ്റ്ററും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. എന്റെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. സാക്ഷ്യങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേൽ മറുപടി കർത്താവെ നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയെ ധാരാളമായി ദൈവം
അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവെ ഇന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ തക്കോണം ശിവൻ ദൈവം എടുത്ത് ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സമൂഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി നടക്കുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തക്കണം, സഹായിക്കണം. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ ഇടയാകരുതേ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ തക്കണം ദൈവത്തിന് സർവായുധവർഗം ധരിച്ച് മുന്നോട്ട് പോകാൻ തക്കണം അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പുറകിൽ നിന്ന് ഞങ്ങളെ വലിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഹല്ലേലൂയ. ശിഷ്യന്മാർ ദിവസം പ്രസ്താവിക്കുന്നവര് അവിടെ എഴുന്നേൽക്കും, ശിഷ്യന്മാരെ വലിച്ചുകൊണ്ട് പോകാൻ എന്റെ വചനത്തിലുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. വളരെ സൂക്ഷ്മതയോടെ ദൈവമേ നിന്റെ കർത്താവെ ഹല്ലേലൂയ വേല ചെയ്യുവാൻ തക്കോണം കർത്താവെ നിന്റെ ദൗത്യം നിർവഹിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സംസാരിപ്പാൻ ദാസനെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും പ്രാർത്ഥിച്ചതായിരിക്കുന്ന എല്ലാ വിഷയത്തോടും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ശുശ്രൂഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘത്തിലെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ